أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. السلام عليكم ورحمة الله وبركاته. ഇൽമിന്റെ പ്രകാശത്താൽ പൊതിഞ്ഞ പെരുന്നാൾ സമ്മാനം. നൂറുൽ ഖുർആൻ അക്കാദമി സംഘടിപ്പിക്കുന്ന നൂറുൽ ഹയാത്ത് റമദാൻ സ്പെഷ്യൽ പ്രോഗ്രാമിന്റെ അവസാന സെഷനിലേക്ക് എല്ലാ പ്രിയ സഹോദരിമാർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ള നൂറുൽ ഖുർആൻ അക്കാദമി പ്രിൻസിപ്പൽ ഹാഫിള ഖദീജ നൂറ മാമിനെ ബഹുമാനപൂർവ്വം ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ആകാംക്ഷയുടെ കാത്തിരിപ്പിലാണല്ലേ? പെരുന്നാൾ സമ്മാനം എന്താണെന്ന് അറിയണ്ടേ? പ്രിയ സഹോദരിമാരെ, യുവത്വം അധാർമികതയുടെ കുരുക്കിൽപ്പെട്ട് ഞെരിയുകയാണ്. ഊരാക്കൊടുക്കു പോലെ എങ്ങനെ രക്ഷപ്പെടണം, എവിടേക്ക് നടക്കണം, എന്താണ് ലക്ഷ്യസ്ഥാനം എന്നറിയാത്ത ദിശാബോധം നഷ്ടപ്പെട്ട നമ്മുടെ മക്കൾ. ലഹരിയും അശ്ലീലതകളും ആലസ്യം പകരുന്ന സംഗീതങ്ങളും മതത്തോടും സമൂഹത്തോടും നേർക്ക് വിരക്തിയും അവസാനം ആയുസ്സിനെ തുലച്ച് ഭാവി നഷ്ടം വരുത്തി സ്വയമേ ജീവൻ പൊഴിക്കുന്ന ഇവരെ നേരായ പാതയിലേക്ക്, സത്യമാകുന്ന വെളിച്ചത്തിലേക്ക് കൊണ്ടുവരേണ്ടേ? എന്താണ് ഇതിനൊരു മാർഗം? മാർഗമുണ്ടോ? പരിഹാരവുമുണ്ട്. അത് ലോകരക്ഷിതാവിനെ അറിയുക എന്നതാണ്. അവന്റെ ദീനിനെ മുറുകെ പിടിക്കുക. അതിനായി അറിവ്, ഇൽമ് എന്ന നിധിയെ ഗ്രഹിക്കേണ്ടതുണ്ട്. ദുനിയാവിൽ നമുക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയ സമ്മാനം അതറിവാണ്. സർവശക്തനായ റബ്ബ് നമ്മോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാകുമോ? ആകുമോ? ഇല്ല, ഒരിക്കലുമില്ല. അള്ളാഹു ഒരു വ്യക്തിക്ക് നന്മയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവൻ ആ വ്യക്തിക്ക് മതത്തെക്കുറിച്ചുള്ള ധാരണ നൽകുന്നു. സഹീഹുൽ ബുഖാരി. സർവശക്തനായ അള്ളാഹുവിൽ നിന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യമായി വെളിപാട് നൽകിയതു മുതൽ ഇസ്ലാമിൽ അറിവ് തേടുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നു. ഇസ്ലാം അറിവിന് പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ട്. അതിനാൽ ഇസ്ലാം പഠനത്തിന്റെയും അറിവിന്റെയും ഒരു മതമായി അഥവാ ജീവിത രീതിയായി കണക്കാക്കപ്പെടുന്നു. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ തന്റെ ആദരണീയനായ രക്ഷിതാവിന്റെ ദൗത്യം അറിയുന്നതിനും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നതിനുമാകണം. അറിവിൻ ലോകത്തിന്റെ വിശാലമായ വാതായനങ്ങൾ നിങ്ങൾക്കായി തുറന്നിടുകയാണ് ഇവിടെ നൂറുൽ ഖുർആൻ അക്കാദമി. ഇൽമ് അത് ശരിയായി മനസ്സിലാക്കലോടൊപ്പം അതിന്റെ പ്രവർത്തന മണ്ഡലം എത്തരത്തിൽ ഡിസൈൻ ചെയ്യണമെന്നും അക്കാദമി വഴി തുറക്കുന്നു. ഒട്ടും വൈകിക്കാതെ നമ്മുടെ സെഷനിലേക്ക് കടക്കാം. ആത്മസംസ്കരണത്തിന്റെ മാസമായ ഈ റമദാനിൽ സഹോദരിമാരോടായി ചില ഓർമ്മപ്പെടുത്തലുകൾ, അതോടൊപ്പം നൂറുൽ ഖുർആൻ അക്കാദമിയുടെ ചില പുതിയ കാൽവെപ്പുകൾ, പരിചയപ്പെടുത്തലുകൾ ഒക്കെയാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധാപൂർവം ക്ലാസ് കേൾക്കുകയും അതിൽ നിന്നും ഗുണകാംശ സ്വായത്തമാക്കുകയും ചെയ്യണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആരംഭിക്കാം. വിഷയാവതരണത്തിനായി നമ്മുടെ പ്രിയങ്കരി മുഅല്ലിമ നൂറുൽ ഖുർആൻ അക്കാദമി പ്രിൻസിപ്പൽ ഹാഫിള ഖദീജ നൂറ മാമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على رسول الله الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني. السلام عليكم ورحمة الله وبركاته. أخوات സഹോദരിമാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മൾ പരിശുദ്ധ റമദാനിലെ അവസാനത്തെ 10ലേക്ക് കടന്നിരിക്കുകയാണ് അല്ലേ? അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രീതിയിൽ ഈ റമദാൻ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകട്ടെ. ഈ 20 ദിവസങ്ങൾ അശ്രദ്ധയിലായി കഴിഞ്ഞവരുണ്ടെങ്കിൽ ഈ 10 ദിവസം നല്ല ഉഷാറായി തന്നെ മുന്നേറാൻ വേണ്ടി, നന്മയിൽ മുന്നേറാൻ വേണ്ടി എല്ലാ അഖ്വാത്തുകളും പരമാവധി പരിശ്രമിക്കണം. അള്ളാഹു നമുക്ക് ഏറ്റവും ഖൈറായ രീതിയിൽ ലൈലത്തുൽ ഖദർ കരസ്ഥമാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ് അഖ്വാത്ത്, നമ്മൾ നൂറുൽ ഹയാത്ത് റമദാൻ അല്ലെ പ്രോഗ്രാമിന്റെ ഒരു ലാസ്റ്റ് സെഷനിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അപ്പോൾ ഏകദേശം റമദാൻ
തുടങ്ങുന്നതിനൊരു 10 ദിവസം മുന്നേ തുടങ്ങിയ നമ്മുടെ നൂറുൽ ഹയാത്ത് പ്രോഗ്രാം അൽഹംദുലില്ലാ റമദാൻ അവസാനിക്കുന്ന ഈ ഒരു നിമിഷം അല്ലെ, റമദാൻ നമ്മളിന്ന് വിട പറയുന്ന ഈ ഒരു നിമിഷം അൽഹംദുലില്ലാ നൂറുൽ ഹയാത്തിന്റെ പ്രോഗ്രാമിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ അതിലൊരു ഫൈനൽ സെഷൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എല്ലാവരും തുടക്കം മുതൽ അവസാനം വരെ സെഷനിൽ ഉണ്ടാവാൻ പരമാവധി പരിശ്രമിക്കണം. വളരെ ഹൈറുള്ള, ഒരുപാട് ഹൈറുകൾ നിങ്ങൾക്ക് നൽകുന്ന ചില കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഇന്ന് സംസാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ആദ്യം തന്നെ ഉഖ്തിമാരെ നിങ്ങൾ എല്ലാവരും ചാറ്റ് ബോക്സിലേക്ക് ഒന്ന് റെഡിയായി നിൽക്കട്ടോ. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാനുണ്ട്. ആദ്യം എങ്ങനെയുണ്ടായിരുന്നു നൂറുൽ ഹയാത്ത് പ്രോഗ്രാം? നിങ്ങൾക്ക് ഇഷ്ടമായോ? അതില് നിങ്ങൾക്ക് ഏറ്റവും നൂറുൽ ഹയാത്ത് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടുള്ള ഏത് സെഷനാണ് ഉണ്ടായിരുന്നത് എന്നൊന്ന് പറയാമോ ഇൻഷാ അല്ലാഹ്. നൂറുൽ ഹയാത്ത് പ്രോഗ്രാമിൽ ഏകദേശം 3 സെഷൻസ് ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ ജായിസത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞ സെഷൻ ഉണ്ടായിരുന്നു, തസ്കിയത്തു റമദാൻ ഉണ്ടായിരുന്നു, ദുആഇ ഫി റമദാൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതില് തസ്കിയത്തു റമദാൻ ആണ് ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ആയി ഇങ്ങനെ ഫൈനൽ സെഷൻ എന്ന് പറഞ്ഞ് ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ജായിസത്തുൽ ഖുർആൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ നമ്മളുടെ ഖത്മുൽ ഖുർആൻ ഹലഖകൾക്ക് ഇപ്പോഴും ആക്റ്റീവ് ആണ്. 1ഉം 2ഉം ഹലഖകൾ, 1ഉം 2ഉം ഖത്മുൽ ഖുർആൻ കംപ്ലീറ്റ് ചെയ്ത് അൽഹംദുലില്ലാ ഒരുപാട് അഖവാത്തുകൾ മാഷാ അല്ലാഹ് മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ഹലഖകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദുആ എല്ലാ ദിവസവും ദുആന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട സെഷൻസ് ഒക്കെ ഒന്ന് പറയണം കേട്ടോ ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രയോജനപ്പെട്ട സെഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക ഇൻഷാ അല്ലാഹ്. തസ്കിയ ക്ലാസ്സസ് ഒക്കെ എല്ലാവരും കേട്ടോ? നമ്മളെ അശ്റു ഖവാഇദ് ഫി തസ്കിയത്തു നഫ്സ്, അതുപോലെ മുദക്കിറ ഫി അഹ്കാമി സിയാമിന്റെ 2 കിതാബുകളുടെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു, ദർസുകൾ ഉണ്ടായിരുന്നു. നിങ്ങൾ കേട്ടോ, പ്രയോജനം എടുത്തോ? കേൾക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പോഴും റെക്കോർഡിങ്സ് അവൈലബിൾ ആണ്. നമ്മളുടെ പകൽ സമയങ്ങൾ, രാത്രി സമയങ്ങളല്ല, നമ്മൾ റമദാനിലെ പകൽ സമയങ്ങളിൽ ഇങ്ങനത്തെ ക്ലാസ്സസ് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് തസ്കിയത്ത് കിട്ടുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് നമ്മൾ എനർജി നമ്മൾ കരസ്ഥാക്കണം. നമ്മുടെ ഈമാൻ ഭയങ്കര ബൂസ്റ്റപ്പ് ചെയ്തിട്ട് വേണം രാത്രി നമുക്ക്, പ്രത്യേകിച്ച് ഇത് അവസാനത്തെ 10 ആണല്ലോ. അപ്പം ആരും മിസ്സാക്കരുത്. അവസാനത്തെ 10 ഓരോ ദിവസങ്ങളും ഓരോ രാത്രികളും നമ്മൾ ജീവിപ്പിക്കണം, ആക്റ്റീവ് ആയിരിക്കണം. ഉറക്കൊക്കെ മാറ്റി വെച്ച് ഖിയാമുൽ ലൈൽ, അതുപോലെ പരിശുദ്ധ ഖുർആൻ പാരായണം, ദുആ കൊണ്ടൊക്കെ നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കണം. കാരണം നമുക്ക് കിട്ടാവുന്ന അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആണ് റമദാനിൽ നമുക്ക് കിട്ടുന്ന ലൈലത്തുൽ ഖദർ. 1000 മാസം നമ്മൾ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും പ്രതിഫലം കിട്ടുന്ന രാത്രി. അപ്പൊ ആ രാത്രി കരസ്ഥമാക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര അല്ലെ, നമ്മളെ മീസാൻ അല്ലെങ്കിൽ നമ്മളുടെ അമലുകളിൽ ഒരുപാട് വലിയൊരു കയറ്റായിരിക്കും ഉണ്ടാകുക. റമദാൻ ഓരോ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ആഖിറത്തിലേക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവസരമാണ്. അപ്പൊ അതുകൊണ്ട് അവസാനത്തെ 10 ആരും, ഇപ്പം ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് 20 നമ്മൾ ചെറിയ അശ്രദ്ധയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകാം, പക്ഷെ ലാസ്റ്റത്തെ 10 നന്നായിട്ട് പിടിക്കണം. അപ്പൊ അതുകൊണ്ട് പകൽ സമയങ്ങളിൽ നല്ല രീതിയിൽ നമ്മുടെ ഈമാൻ, നമ്മുടെ തസ്കിയ, ഹൃദയത്തിന്റെ തസ്കിയ നമ്മൾ കൊടുക്കണം പരമാവധി. അള്ളാഹു എളുപ്പാക്കി തരട്ടെ. നമുക്ക് ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന ആളുകളോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ഉഖ്തിമാരെ, ഇന്നത്തെ സെഷനിൽ നിങ്ങൾ മിക്ക ആൾക്കാരും ഭയങ്കര ക്യൂരിയസ് ആയിട്ടായിരിക്കും ജോയിൻ ചെയ്തിട്ടുണ്ടാകുക അല്ലെ? ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. എന്തൊക്കെ സമ്മാനങ്ങൾ നൂറുൽ ഖുർആൻ അക്കാദമി തരുന്നുണ്ട് സഹോദരിമാർക്കായിട്ട്. എന്തായിരിക്കും സമ്മാനം? പല പല ഗസ്റ്റുകൾ നിങ്ങളെ മനസ്സിൽ വന്നിട്ടുണ്ടാകും എന്ന് തോന്നുന്നുണ്ട്. കുറെ ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒബ്വിയസ് ആയിട്ടും നമുക്കറിയാം. പക്ഷെ എന്നാലും നിങ്ങളുടെ ഗസ്റ്റുകളൊക്കെ ഒന്ന് പറഞ്ഞു ഉഖ്തിമാരെ. നമ്മള് കുറച്ചൊരു ആകാംക്ഷ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, അങ്ങനെ ഒരു ക്യൂരിയസ് ആയിട്ടുള്ള ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇറക്കിയത്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും നമ്മൾ നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന കുറച്ച് സമ്മാനം, 2-3 സമ്മാനങ്ങളുണ്ട്. എന്തായിരിക്കും? നിങ്ങളൊന്ന് ചാറ്റ് ബോക്സിൽ ഇട്ട് നോക്കട്ടെ. ഓ മാഷാ അല്ലാഹ്. ഓക്കെ, നസീഹ പറയുന്നുണ്ട്, തിലാവ എന്ന് പറയുന്നുണ്ട്, ന്യൂ ക്ലാസ്സസ് കിഡ്സ് മദ്രസ സ്റ്റാർട്ടിങ് ഓഫ് ന്യൂ. ഓക്കെ മാഷാ അല്ലാഹ്. ഓക്കെ, അല്ലാഹുമ്മ ബാരിക്, അല്ലാഹുമ്മ ബാരിക്. ഭയങ്കര സന്തോഷം. അള്ളാഹു എളുപ്പാക്കി തരട്ടെ. തീർച്ചയായിട്ടും നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന സമ്മാനം സ്വാഭാവികമായിട്ട് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, നമുക്ക് എന്തായിരിക്കും? നമുക്ക് പല സമ്മാനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം നൽകുന്ന, നമുക്ക് ഭയങ്കര മനസ്സിന് ഭയങ്കര ഒരു കുളിർമ നൽകുന്ന ഒരു സംഭവമാണ് അല്ലെ? ആര് തന്നാലും നമുക്കത് ഇഷ്ടമാണ്. അത് ദീനിലും അതിന് പ്രത്യേക സ്ഥാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മള് ദുനിയവിയായ മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് നമ്മള് ഒന്ന് ശരിക്കും ആലോചിക്കും, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം
ദുനിയാവിൽ കിട്ടാവുന്ന ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം എന്തായിരിക്കും? ഭയങ്കര വിലയുള്ള അവൻ എന്നും നമ്മളൊരാൾക്ക് ഒരു സമ്മാനം കൊടുക്കുമ്പോൾ നമ്മൾ അവർക്ക് ഭയങ്കര ബെനഫിഷ്യൽ ആയിട്ടുള്ളതല്ലേ കൊടുക്കുക. അപ്പം സമ്മാനത്തിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ബെനഫിഷ്യൽ ആണെങ്കിൽ ഭയങ്കര ഹയർ ആയിരിക്കും. അപ്പൊ നമ്മൾക്ക് ബെനഫിഷ്യൽ ആയിട്ട് വരുന്ന ഒരു സമ്മാനം എന്തായിരിക്കും ദുനിയാവിലെ ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം? തീർച്ചയായിട്ടും അത് ഇൽമാണ് അല്ലെ? ഇൽമ അല്ലെങ്കിൽ ഈമാൻ, അല്ലെങ്കിൽ സത്യവിശ്വാസികൾക്ക് ഏറ്റവും വിലപിടിപ്പുള്ള ദുനിയാവിൽ അവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സമ്മാനം, ഏറ്റവും ബെനഫിഷ്യൽ ആയിട്ടുള്ള ദുനിയാവും ആഹിറവും വിജയിക്കുന്ന സമ്മാനം അത് അറിവ് അല്ലെങ്കിൽ വിശ്വാസം, ശരിയായ വിശ്വാസം അല്ലെങ്കിൽ ശരിയായിട്ടുള്ള അറിവാണ് അല്ലെ? ഒരു സത്യവിശ്വാസിയുടെ നഫ്സിന്, ഒരു സത്യവിശ്വാസിയുടെ കൽബിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഏറ്റവും ഉയർന്ന സമ്മാനം അത് ഇൽമു വൽ ഈമാൻ. ഇത് രണ്ടും ഒരു ആൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു ലൈഫ് അല്ലെ? എത്ര എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര വലിയ സമ്പത്ത് ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര വലിയ കുടുംബം ഉണ്ടെന്ന് പറഞ്ഞാലും, അവർക്ക് ഇൽമില്ല, അവർക്ക് ഈമാൻ ഇല്ലെങ്കിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ അല്ലെ? ദുനിയാവിലും ആഖിറത്തിലും അള്ളാന്റെ മുന്നിൽ എന്തായിരിക്കും? ഒരു സ്ഥാനമായിരിക്കും അവർക്ക് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആനിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ വിശ്വസിച്ചവർക്കും ഇൽമ നൽകപ്പെട്ടവർക്കും ദറജകൾ അള്ളാഹു ഉയർത്തി തന്നുകൊണ്ടേയിരിക്കും ദുനിയാവിലും ആഖിറത്തിലും. ഒരു ദുനിയാവിൽ ഒരു സത്യവിശ്വാസിക്ക് ഏറ്റവും വിലപിടിപ്പുള്ള ഈ സമ്മാനം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മൾ പരിശ്രമിക്കുന്നത്, നമ്മളുടെ മറ്റെല്ലാ ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ നമ്മൾ പരിശ്രമിക്കുന്നതൊക്കെ അതിനാണ് അല്ലെ? അങ്ങനെ പരിശ്രമിക്കാത്തവരുണ്ടെങ്കിൽ പരിശ്രമിച്ച് തുടങ്ങിക്കോളൂ അഖവാത്ത്. ഈ ഒരു റമദാൻ നമുക്കൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കണം. എപ്പോഴും ഓരോ റമദാനും നമ്മൾ ചിന്തിക്കേണ്ട എന്താ അറിയോ? ഓരോ റമദാനും എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണം. എപ്പോഴും ജീവിക്കുന്ന പോലെ തെറ്റുകൾ ചെയ്ത് അല്ലെ? ഭയങ്കര ചെറിയ 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 തെറ്റുകളാണെങ്കിൽ പോലും കുഞ്ഞി പാടുകൾ കുത്തു ഇങ്ങനെ ഹൃദയത്തിൽ വീണ് കറുത്തിരുണ്ടൊരു ഹൃദയമായിട്ട് അങ്ങനെ ജീവിച്ചു പോകണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ ജീവിച്ചു പോയാൽ നമുക്ക് ദുനിയാവും ആഖിറവും വിജയിക്കും എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മൾ ഓരോ റമദാനും നമ്മളൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് എടുക്കണം. ഈ റമദാൻ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. ഓരോ റമദാനും എന്റെ ജീവിതത്തിലേക്ക് അള്ളാഹു തരുന്നത് എനിക്കുള്ളൊരു അവസരമാണ്. എനിക്ക് ഒരു അവസരം തരാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. എനിക്ക് നന്മയിൽ മുന്നേറാൻ ഒരു അവസരം തരാണ്. അപ്പോൾ ഓരോ അവസരങ്ങളെയും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നിടത്താണ് ശരിക്കുള്ള വിജയം ഉണ്ടാവുക. അപ്പം ഓരോ റമദാനും നമ്മൾ ചിന്തിക്കണം, എനിക്ക് ഈ റമദാനിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് റമദാൻ എനിക്ക് അള്ളാഹു തരികയാണെങ്കിൽ ഞാൻ ഇന്ന ചേഞ്ചസ് എന്റെ ലൈഫിൽ കൊണ്ടുവരും. എന്റെ ഹിജാബിന്റെ കാര്യം ഞാൻ ശ്രദ്ധിക്കും, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഞാൻ നമസ്കാരം ശ്രദ്ധിക്കും. അങ്ങനെ പല തീരുമാനങ്ങൾ നമ്മൾ എടുക്കണം. റമദാനിൽ പ്രത്യേകിച്ച് നമ്മൾ തീരുമാനിക്കുകയും ആഗ്രഹിക്കുകയും നിയ്യത്ത് ചെയ്യുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും പിന്നെ പരിശ്രമം നടത്തുകയും ചെയ്താൽ തീർച്ചയായിട്ടും അള്ളാഹു നമുക്ക് തരാതിരിക്കില്ല അഖവാത്ത്. കാരണം അത്രയും വലിയൊരു കാര്യമാണ് അള്ളാഹിനോട് നമ്മൾ ചോദിക്കുന്നത്. ഹിദായത്ത് അല്ലെങ്കിൽ നന്മ ചെയ്യാനുള്ള ഒരു അവസരം തരാൻ വേണ്ടി നമ്മൾ ചോദിക്കുമ്പോൾ സ്വാഭാവികം അള്ളാഹു എന്തായാലും നമുക്കത് നൽകും. അപ്പൊ അതുകൊണ്ട് ഇരു ലോകത്തും ഉയർന്ന സ്ഥാനം ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. അപ്പൊ ഞാൻ വേറൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ അഖവാത്ത്, നമുക്ക് നോമ്പിലേക്ക് വരാം. നമ്മൾ നോമ്പ് പിടിച്ചെല്ലാവരും ഇരിക്കുകയാണല്ലോ. അപ്പൊ എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം നോമ്പിന്റെ ലക്ഷ്യം അല്ലെ? നോമ്പിന്റെ ലക്ഷ്യമായിട്ട് ആരോടും ചെറിയ കുട്ടികളോട് ചോദിച്ചാൽ അവർ പറയും എന്തായിരിക്കും? തഖ്വ ആണ്. എന്താണ് നോമ്പിന്റെ ലക്ഷ്യം? തഖ്വ എന്താണ്? അതിന്റെ ദലീൽ എന്താണ്? അതിന്റെ ഒരു പരിശുദ്ധ ഖുർആനിലെ തഖ്വയാണ് നോമ്പിന്റെ ലക്ഷ്യം എന്ന് പറയുന്ന ആയത്തുണ്ടല്ലോ. അതറിയാത്ത ആരും ഉണ്ടാവൂലേ കൂട്ടത്തില്? കാരണം പ്രത്യേകിച്ച് റമദാൻ തുടക്കം മുതലേ കേട്ട് പഠിച്ചിട്ടുണ്ടാവും എല്ലാരും അല്ലെ? സൂറ ബഖറയിൽ വരുന്ന യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരാവാനാണ് റമദാൻ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം ഈ സൂക്ഷ്മത എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും റമദാനിൽ നമ്മൾ കുറച്ചൊക്കെ അല്ലെ, ചില ആളുകൾ കൂടുതൽ കരസ്ഥമാക്കും, ചില ആളുകൾ കുറച്ചെങ്കിലും അല്ലെ, ആരും ഉണ്ടാവില്ല. റമദാൻ ആയാലെങ്കിലും പള്ളിയിൽ പോകുന്ന ആൾക്കാരുണ്ടാവും, റമദാൻ ആയാലെങ്കിലും മറ്റുള്ള ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾ എന്തായാലും ഉണ്ടാവും, ഏതെങ്കിലും തരത്തിലോ, ഒന്നെങ്കിൽ ചെറുതോ വലുതായ തരത്തിലോ. അപ്പൊ ഈ തഖ്വ എന്നുള്ളത് നമുക്ക് എന്നെന്നും വേണ്ടതാണ് അല്ലെ? ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തഖ്വ വളരെ ഇമ്പോർട്ടന്റ് ആണ്. തഖ്വ ഇല്ലാത്തവൻ എന്തില്ല? സ്വർഗ്ഗം ഇല്ല അല്ലെ? സ്വർഗത്തിൽ പോകണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അള്ളാന്റെ ആ ഒരു ജന്നാത്തുൽ ഫിർദൗസ് നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് തഖ്വ ഉള്ളവരാവണം. നമ്മൾ ദുനിയാവിൽ ജീവിക്കുമ്പോൾ സൂക്ഷ്മത പാലിക്കുന്നവരായിരിക്കണം ഇല്ലേ? അപ്പൊ തഖ്വ എന്ന് പറയുന്നതിന് നമുക്കറിയാം, തഖ്വ എന്ന് പറയാൻ പല ഡെഫിനിഷൻസും നിങ്ങൾക്ക് ഉണ്ടാവും. എന്തായിരിക്കും തഖ്വ എന്ന് ചോദിച്ചാൽ പലരും, ഇപ്പൊ ഞാനിപ്പോ ഒരു ചോദ്യം വേണമെങ്കിൽ എന്താ തഖ്വ എന്ന് ഒരാളോട് ചോദിക്കുന്ന പോലെ എല്ലാവരും പല ഡെഫിനിഷൻസ് പറയും. ഓരോ ആളുകൾക്ക് തഖ്വ പലതരത്തിലാണ് മനസ്സിലാക്കിയിട്ടുള്ളത്.
ഒരുപാട് സ്കോളേഴ്സ് വളരെ നല്ല ഡെഫിനിഷൻസ് തഖ്വയ്ക്ക് തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഹൈറായ ഒരു ഡെഫിനിഷൻ, ഏറ്റവും നല്ല ഭംഗിയുള്ള മനോഹരമായ ഒരു ഡെഫിനിഷനാണ് താബിഈങ്ങളിൽപ്പെട്ട തുലഖ് ഇബ്നു ഹുബൈബ് റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? തഖ്വ അൻ തഅമല ബിതാഅത്തില്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് തർജു സവാബല്ലാഹ് വഅൻ തജ്തനിബ മഅസിയത്തല്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് തഖാഫു ഇഖാബില്ലാഹ്. മാഷാ അല്ലാഹ്, എന്ത് നല്ല ഡെഫിനിഷൻ ആണ് അല്ലേ? തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അറബിക് സ്റ്റുഡൻസ് ഉണ്ടോ? ഹലാവത്തിൽ അറബിയ വിദ്യാർത്ഥികളൊന്ന് നോക്കി മീനിങ് നോക്ക്, വെക്കാൻ പറ്റുന്നുണ്ടോന്ന്. തഖ്വ അൻ തഅമല ബിതാഅത്തില്ലാഹ്, പ്രവർത്തിക്കലാണ്. ഇങ്ങനെ ബിതാഅത്തില്ലാഹ്, അള്ളാഹിനെ അനുസരിച്ച്, അള്ളാഹിനോടുള്ള അനുസരണം കൊണ്ട് നമ്മൾ പ്രവർത്തിക്കലാണ്. എങ്ങനെങ്കിലും പ്രവർത്തിച്ചാൽ മതിയോ? തോന്നുന്ന പോലെ പ്രവർത്തിച്ചിട്ട് തഖ്വയുള്ള ആളാന്ന് പറഞ്ഞാൽ മതിയാകുമോ? ഇല്ല. അള്ളാഹിനോടുള്ള അനുസരണം അല്ലെങ്കിൽ പ്രവർത്തനം നമ്മൾ പ്രവർത്തിക്കണം. എങ്ങനെ? അല നൂരിൻ മിനല്ലാഹ്, അള്ളാഹിന്റെ നൂറിൽ നിന്നായിരിക്കണം, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചായിരിക്കണം. നമുക്ക് തോന്നുന്ന പോലെ എനിക്കിപ്പം തഖ്വ കൂടി, ഞാൻ സുബ്ഹി ഒരു 4 റക്അത്തൊക്കെ നിസ്കരിക്കാന്ന് വിചാരിച്ച തഖ്വയായോ? ഇല്ല. അള്ളാഹിന്റെ നൂർ, അള്ളാഹിന്റെ കൽപ്പന ഉണ്ടായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞതനുസരിച്ച്, നമ്മോട് ചെയ്യാൻ പ്രവർത്തിക്കാൻ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കണം. വെറുതെ പ്രവർത്തിച്ചാൽ മതിയോ? ആളുകളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിച്ചാൽ മതിയോ? അല്ല. തർജു സവാബ്, അള്ളാഹിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് നമ്മൾ പ്രവർത്തിക്കണം. എത്ര ഭംഗിയായ ഡെഫിനിഷൻ ആണ് നോക്കി. അള്ളാഹിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹിന്റെ ഭാഗത്തു നിന്നുള്ള അജ്ർ പ്രതീക്ഷിച്ചുകൊണ്ട്, അള്ളാഹു പറഞ്ഞതനുസരിച്ച്, കൽപ്പിച്ചതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. അതുപോലെ തന്നെ അള്ളാഹു അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. അതും എങ്ങനെയാണ്? നൂറുമിൻ അള്ളാഹ്, അള്ളാഹിന്റെ നൂറുണ്ടായിരിക്കും. അവിടെയും നമുക്ക് തോന്നുകയാണ് ഇന്ന കാര്യം ചെയ്യണ്ടല്ലേ, അള്ളാഹു ഹലാലാക്കിയ ഒരു വിഷയത്തെ നമുക്ക് ഹറാമാക്കിക്കൊണ്ട് തഖ്വ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലെ? ഒരാൾക്ക് അള്ളാഹു ഹലാലാക്കിയതാണ് ഭക്ഷണം, അല്ലെ? അല്ലെങ്കിൽ വിവാഹം, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ അത് തഖ്വയുടെ ഭാഗമായിട്ടാണ്. ഈ ഭക്ഷണം കഴിക്കാണ്ട് ഞാൻ ഫുള്ള് ഇബാദ ചെയ്യാന്ന് പറഞ്ഞാൽ തഖ്വയാകും? ഒരിക്കലും ഇല്ല. അള്ളാഹു നമ്മുടെ അടുത്ത് വിട്ടു നിൽക്കാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട്. നമുക്ക് കിതാബിലും സുന്നത്തിലും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്തിൽ നിന്നൊക്കെ നിങ്ങൾ വിട്ടു നിൽക്കണം. അതെ, ചെറുതാവട്ടെ വലുതാവട്ടെ എല്ലാ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയിച്ചു തന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ടുള്ളത്. അപ്പോ ആ നൂറനുസരിച്ച് നമ്മൾ മാറി നിൽക്കണം. അതും എന്തായിരിക്കണം? അള്ളാന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കണം, ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ടല്ല. അള്ളാന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിന് രണ്ടിനും, അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കാനും, അള്ളാഹു ചെയ്യേണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനും നമുക്ക് രണ്ടിനും ഒരേപോലെ ആവശ്യമുള്ള ഒരു കാര്യമാണ് എന്ത്? നൂർ. അല നൂരിൻ മിനല്ലാഹ്, നൂറാണ് നമ്മൾ കരസ്ഥമാക്കേണ്ടത്. ആ നൂറ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാല്, ആ പ്രകാശം നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് തീർച്ചയായിട്ടും നമുക്ക് തഖ്വ ഉള്ളവരാകാൻ പറ്റും. അപ്പൊ തഖ്വ ഇല്ലാത്തൊരവസ്ഥയെ കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. അഖ്തിമാരെ, നമ്മളെ ജീവിതത്തിലേക്ക് നമ്മൾ ഈ റമദാൻ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ അങ്ങോട്ട് അല്ലെ, നമ്മളെ ലൈഫ് അങ്ങ് കംപ്ലീറ്റ്ലി അങ്ങ് ചേഞ്ച് ആവുന്ന ഒരു അവസ്ഥ. അല്ലെ? ചേഞ്ച് ആവും, ഭക്ഷണമൊക്കെ നമ്മൾ കഴിക്കാനൊക്കെ പറ്റും. പക്ഷേ നമ്മളുടെ ഹൃദയത്തിന്റെ അവസ്ഥയ്ക്ക് ഒരു പൂർണ്ണ ചേഞ്ച് കൊണ്ടുവരരുത്. എന്ത് വീണ്ടും തെറ്റുകളിലേക്ക്, വീണ്ടും പാപങ്ങളിലേക്ക്, വീണ്ടും നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങളിലേക്ക് മടങ്ങല്ല വേണ്ടത്. തഖ്വ നമുക്ക് റമദാനിൽ നമ്മൾ കരസ്ഥമാക്കിയിട്ടുള്ളത് കുറച്ചാവട്ടെ, അത് ഒരുപാടാവട്ടെ, എത്രയാണെങ്കിലും ആ തഖ്വ നമ്മൾ അടുത്ത റമദാൻ വരെ നമ്മൾ പ്രിസർവ് ചെയ്യണം. കാരണം തഖ്വ ഉള്ളവർക്ക് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം കരസ്ഥമാക്കാൻ തൗഫീഖ് കൊടുക്കുള്ളൂ. അപ്പൊ അതുപോലെ ഈ തഖ്വ നമ്മൾ കരസ്ഥമാക്കണമെങ്കിൽ നമുക്ക് വേണ്ട, അല്ലെങ്കിൽ ആ നൂർ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ നൂർ എന്താണ് ശരിക്കും? അള്ളാഹിന്റെ ആ ഒരു അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ആ നൂറാണ് ഇൽം എന്ന് പറയുന്നത്, അറിവ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തൊലബുൽ ഇൽം, അല്ലെങ്കിൽ അറിവ് നേടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ ആ നൂറാണ് നമ്മൾ കരസ്ഥമാക്കാൻ പോകുന്നത്. അപ്പൊ ആ നൂറ് കരസ്ഥമാക്കൽ എന്താണ്? ഒരു സത്യവിശ്വാസിക്ക് ഫർളാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം നമുക്ക് അറിയണം, തഖ്വയുള്ളവരാണെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് മാത്രമേ വിജയം ഉണ്ടാവുള്ളൂ. അപ്പൊ വിജയിക്കണമെങ്കിൽ നമ്മൾ ആ ഇൽമ് നമ്മൾ കരസ്ഥമാക്കണം. അതുകൊണ്ട് തന്നെയാണ് ആ ഇൽമ് കരസ്ഥമാക്കൽ ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം, ഓരോ മുസ്ലിമീങ്ങൾക്കും ഫർളാണത്. അത് കരസ്ഥമാക്കുക എന്നുള്ളത് ഫർളാണ്. അള്ളാഹു നമുക്കത് ഏറ്റവും നന്നായി കരസ്ഥമാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. അപ്പം തഖ്വന്റെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൂക്ഷ്മതയുള്ളവർക്ക് മാത്രമാണ് സ്വർഗ്ഗം ഉള്ളത്, അല്ലേ? ഷെയ്ഖ് അബ്ദുൽ റസാഖ് ബിൻ അബ്ദുൽ മുഹ്സിൻ അൽ ബദർ ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞില്ലേ, നമ്മൾ എങ്ങനെ തഖ്വ പാലിക്കണം എന്ന് അറിയാത്ത ആൾക്ക് എങ്ങനെ തഖ്വ പാലിക്കാൻ പറ്റും, അല്ലെ? എന്തിൽ നിന്നൊക്കെ സൂക്ഷ്മത പാലിക്കണം എന്ന് അറിയില്ല ഒരാൾക്ക്. എന്താണ് നന്മ, ഏതൊക്കെയാണ് അള്ളാഹു ഹലാലാക്കിയത്, എന്തൊക്കെയാണ് അള്ളാഹു ഹറാമാക്കിയത്, അതിനെക്കുറിച്ചൊരു അറിവില്ലാത്ത ആൾക്ക് ഒരിക്കലും തഖ്വ പാലിക്കാൻ കഴിയൂല. അപ്പൊ അതുകൊണ്ട് തഖ്വ
കരസ്ഥമാക്കാൻ വേണ്ടി നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ സൂക്ഷ്മത പാലിച്ചവർക്ക് മാത്രമല്ല, പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് സൂക്ഷ്മതയുള്ളവർക്ക് മാത്രമാണ് അള്ളാഹു സ്വർഗം വെച്ചിരിക്കുന്നത്. അതുപോലെ അമ്പിയാക്കൾക്ക് കൊടുത്തിട്ടുള്ള വസീയത്തുകളിൽ തഖ്വ അല്ലെ, പലയിടങ്ങളിൽ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ തഖ്വനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് പ്രത്യേകം തന്നെ നമ്മൾ കാര്യങ്ങൾ ക്ലാസ്സുകളിൽ നിങ്ങൾ അതിന് ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം തഖ്വ ഉള്ള ആളുകൾക്ക് മാത്രമാണ് അതിന്റെ ഖുശൂ ഉണ്ടാവുള്ളൂ. അപ്പം ഇതൊക്കെ കണക്റ്റഡ് ആണ്. തഖ്വ ഉണ്ടാവണം, തഖ്വ ഉണ്ടാവണമെങ്കിൽ ഇൽമ് ഉണ്ടാകണം, ഇൽമ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് ഖുശൂ ഉണ്ടാവുള്ളൂ അല്ലെ. നമുക്കറിയാം ഖുശൂ നമ്മളുടെ പ്രവർത്തനങ്ങളിൽ, നമ്മളുടെ ജീവിതത്തിൽ ഇല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ഭയം നമ്മുടെ ഹൃദയത്തിൽ ഇല്ല എങ്കിൽ നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ വെറും ഒരു ആത്മാവില്ലാത്ത വെറും ഒരു എന്താ ഒരു ഒന്നും അല്ലാത്തത് പോലെയാണ്. നമ്മൾ ഖുശൂ ഇല്ലാതെ നമസ്കരിച്ചു, എന്താ പ്രയോജനം? ഖുശൂ ഇല്ലാതെ നമ്മൾ വെറുതെ ഖുർആൻ പാരായണം ചെയ്തു. അപ്പോൾ ഖുശൂ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമാണ്. അപ്പൊ ഇത് വേണമെങ്കിൽ നമുക്ക് ഇൽമ് വേണം, ഇൽമ് വേണമെങ്കിൽ തഖ്വ വേണമെങ്കിൽ ഇൽമ് വേണം. ഇതൊക്കെ കണക്റ്റഡ് ആണ്. നമ്മളെപ്പോഴും ചിന്തിക്കണം നമ്മൾക്ക് ഇതൊക്കെ എത്രമാത്രം ഉണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ എത്രമാത്രം നമ്മൾ ഇനി അങ്ങോട്ട് ഇപ്പൊ ഈ ഒരു റമദാൻ അങ്ങോട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് എത്രമാത്രം നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കുന്നതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ അറിവുള്ള ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ള ഏറ്റവും മഹത്തായ ഒരുപാട് അറിവിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാവും. തലബുൽ ഇൽമിനെ കുറിച്ചുള്ള അതിന്റെ മഹത്വങ്ങൾ ഒരുപാടുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അതിൽ പക്ഷേ ഭയങ്കരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്, അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അറിവുള്ള ആളുകളെ എവിടെയാണ് ടാഗ് ചെയ്തിരിക്കുന്നത് നമ്മൾ ചിന്തിക്കണം. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും വലിയൊരു ആള് നമ്മൾ അവരുടെ ട്വിറ്ററിലോ അല്ലെങ്കിൽ അവരുടെ എവിടെയെങ്കിലും ഒക്കെ നമ്മളുടെ പേരൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തെന്ന് വിചാരിച്ചു, എന്തൊരു സന്തോഷമായിരിക്കും നമുക്കല്ലോ. അതിന്റെ ആള് നമ്മളെ ടാഗ് ചെയ്തു, അല്ലെങ്കിൽ ഭയങ്കര അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ് ഇപ്പൊ കൂടുതൽ. അപ്പം നമ്മൾ ചിന്തിച്ചു നോക്കണം, ഇവിടെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടൊപ്പം അള്ളാഹിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടികൾ മലായികത്തീങ്ങളോടൊപ്പം ടാഗ് ചെയ്തിട്ടുള്ള ഒരു പേരെന്താ അറിയോ? ഉലുൽ ഇൽമിനെ കുറിച്ചാണ്, അറിവുള്ള ആളുകളെ കുറിച്ചാണ്. അറിവുള്ള ആളുകൾക്ക് ഇഷ്ടംപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഫضل അവർക്ക് കൊടുക്കുന്നുണ്ട്. അതിൽ ഏറ്റവും നല്ലൊരു ഫضലായിട്ട് നമുക്ക് ഇതിനെ കാണാം. അള്ളാഹിനോടൊപ്പം അല്ലെ, അള്ളാഹിനോടൊപ്പം സാക്ഷ്യം വഹിച്ച ഏറ്റവും മഹത്തായിട്ടുള്ള കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹിനോട് സാക്ഷ്യം വഹിച്ച അള്ളാഹുവും അള്ളാഹുവിന്റെ മലായികത്തീങ്ങളും ഉലുൽ ഇൽം അറിവ് നൽകപ്പെട്ട ആളുകളും. ഈ ഒരു ആയത്തിന് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് അദ്ദേഹം കൊടുത്തൊരു ഷറഹില് വളരെ പ്രധാനമായിട്ട് നമ്മൾ കാണാം, ഈ ദുനിയാവില് ഇൽമുള്ളതിനേക്കാളും ശ്രേഷ്ഠമായി മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹു അവിടെ ഈ ഒരു ഇൽമിന് പകരം വേറെ എന്തെങ്കിലും കൊടുക്കുമായിരുന്നു. ദുനിയാവില് ഉലമാക്കളെക്കാളും ശ്രേഷ്ഠമായ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഈ ഉലുൽ ഇൽമിന് പകരം വേറെ കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാൻ കൽപ്പിച്ചൊരു കാര്യമില്ലേ, റബ്ബി വഖുർ റബ്ബി സിദ്നി ഇൽമ. നമുക്ക് എല്ലാവർക്കും അറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വർദ്ധിപ്പിച്ചു തരാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എന്താ? ഇൽമാണ്. വേറെ ഒന്നും മക്കളെ വർദ്ധിപ്പിച്ചു തരാനോ സമ്പത്ത് വർദ്ധിപ്പിച്ചു തരാനോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇൽമ വർദ്ധിപ്പിച്ചു തരാനാണ് ആരോട് പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറഞ്ഞത്. അപ്പം അവിടെയും അദ്ദേഹം ഈ ഒരു ആയത്തിനെ തഫ്സീറിൽ അവിടെയും പറയുന്നുണ്ട്, ഈ ദുനിയാവിൽ മറ്റെന്തെങ്കിലും ശ്രേഷ്ഠമായിട്ട് ഇൽമിനേക്കാൾ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ വഖുർ റബ്ബി സിദ്നി ഇൽമ എന്ന് പറയുന്നതിന് പകരം വേറെ എന്തെങ്കിലും അവിടെ കൊടുക്കുമായിരുന്നു അത്രേ. അത്രയും ദുനിയാവിൽ അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള നമ്മളെ സത്യവിശ്വാസം സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ ശ്രേഷ്ഠമായി കാണേണ്ട ഒന്നാണ് ഇൽമ എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആന്റെ കിതാബ് സുന്ന, അല്ലെങ്കിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മളെ പഠിക്കാൻ നമ്മൾ മറന്നുപോയതും വിട്ടുപോയതും അത് തന്നെയാണ്. അള്ളാഹു നമുക്ക് ഏറ്റവും ശരിയായ നിലക്ക് അറിവ് കരസ്ഥമാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ ഫഖിഹ്നി ഫിദ്ദീൻ. അള്ളാഹു ദീനിൽ അറിവ് അവഗാഹമുള്ളവരാക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ മറ്റൊരു ഹദീസ് നമ്മൾ കേട്ട് ഒരുപാട് എന്താ പറയാ കേട്ട ഹദീസാണ് മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. എന്താണ് അതിന്റെ മീനിങ്? എന്താണ്? ഒരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിച്ചാൽ, നന്മ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവൻ അള്ളാഹു ദീനിൽ അവഗാഹം കൊടുക്കും. അതിന്റെ ബാക്കി, ആ ഹദീസിന്റെ ഒരു ബാക്കി നമ്മൾ നോക്കണം. അതായത് വലൻ തസാല ഹാദിഹിൽ ഉമ്മ ഖായിമത്തൻ അലാ അംരില്ലാഹ്. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് അനുസരിച്ച് ഉറച്ചു നിൽക്കുന്ന ഒരു സമൂഹം വരുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു സമൂഹം ഉണ്ടാകും. അവർക്ക് എതിരെ ഒരുപാട് പ്രവർത്തനങ്ങളിലെ അവർക്കെതിരെ ആര് പ്രവർത്തിച്ചാലും അവര് ആ ഒരു സംഘം, സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സംഘം, അങ്ങനെ തന്നെ അവർക്കെതിരെ ആർക്കും ഒരു ഉപദ്രവം ചെയ്യാൻ കഴിയൂല. നമ്മളിപ്പോ ചിന്തിക്കണം മുഖ്തിമാർ, ഈ ഒരു ഹദീസ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാല്
ശരിക്ക് 1400 വർഷങ്ങൾക്ക് മുന്നേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തിയാക്കി തന്ന നമുക്ക് വളരെ പ്യുവർ ആയിട്ടുള്ള ഒരു ദീൻ നമ്മളെ മുന്നിലുണ്ട്. ഇപ്പോഴും അത് പ്രിസർവ് ചെയ്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതിലെ റസൂലുള്ളാഹിന്റെ ഓരോ വാക്കുകളാവട്ടെ, വിശുദ്ധ ഖുർആനിലെ ഓരോ ഹർഫുകളാവട്ടെ, ഇപ്പോഴും അത് പ്രിസർവ് ചെയ്തിട്ട് അല്ലെ, ഇപ്പോഴും അത് വളരെ എന്താ പറയാ, ക്ലിയർ ആയിട്ട് നമ്മളെ മുന്നിലുണ്ട്. എന്നാൽ അതിന് ഡീവിയേറ്റഡ് ആയിട്ടുള്ള ഒരുപാടുണ്ട്. നമ്മളിങ്ങനെ നമ്മളെ കേരളം എന്നൊരു സ്ഥലത്ത് നിന്ന് സൂം ഔട്ട് ചെയ്ത് പുറത്തേക്കൊന്ന് വന്ന് നോക്കി നിങ്ങള്. കേരളം ആയിരിക്കുമല്ലോ നമ്മൾ കൂടുതലും ഇവിടെ ഉണ്ടാവുക, കേരളത്തിലെ അഹ്വാത്തായിരിക്കും. കേരളത്തിൽ നിന്നൊന്ന് മാറിയിട്ടൊന്ന് ജസ്റ്റ് നമ്മളെ മാപ്പ് ഒന്ന് സൂം ഔട്ട് ചെയ്ത് വന്നാൽ നമ്മളെ ലോകത്ത് മുഴുവൻ അല്ലെങ്കിൽ നമ്മള് വേൾഡ് മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ദീനിൽ നിന്ന് ഒരുപാട് വ്യതിചലിച്ചിട്ടുള്ള ആളുകളുണ്ട്. മുഅ്തസിലികളുണ്ട്, ഷിയാക്കളുണ്ട്, റാഫിദീങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് നമ്മളെ ശരിക്കുള്ള നമ്മളത് പഠിക്കണം. നമ്മൾ അവരെ കുറിച്ച് ആരൊക്കെയാണ് ഡീവിയേറ്റഡ് ആയി പോയത്, എന്തിലാണ് അവർ ഡീവിയേറ്റഡ് ആയി പോയെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹ്, നമ്മൾ എത്ര പ്യുവർ ആയിട്ടുള്ള നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ഹിദായത്തിന്റെ ഒരു വില നമ്മൾ അപ്പോഴാണ് മനസ്സിലാക്കുക. അല്ലെ, നമ്മൾ ഷിയാക്കളുടെയൊക്കെ ഒരു ചിന്ത, അവരുടെയൊക്കെ ഒരു വിശ്വാസമൊക്കെ ശരിക്കും നമ്മളെ ദീനിൽ നിന്ന് എത്രയോ വ്യതിചലിച്ചിട്ടാണ്, എത്രയോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഈ അവസാനം സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സംഘം ഉണ്ടാവും അല്ലെ. നമുക്ക് അറിയാം ഒരുപാട് വിഭാഗങ്ങൾ വരും, അതിൽ ഒരു വിഭാഗം മാത്രമേ ഇരിക്കും സ്വർഗത്തിൽ പ്രവേശിക്കുക അല്ലെ. കിതാബ് വസുന്ന, അള്ളാന്റെ റസൂലിന്റെ വഴി അല്ലെങ്കിൽ അള്ളാന്റെ ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചിട്ടുള്ള ആളുകളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ആകാൻ ശ്രമിക്കണം. നമ്മൾ പഠിക്കണം. തലബുൽ ഇൽമ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെയാണ് അപ്പൊ ഈ ഒരു ഹദീസ് ഇവിടെ ഞാൻ പറയാൻ കാരണം, ഈ ഒരു ഹദീസിന്റെ ഇതായിട്ട് ഇവിടെ പറയുന്നത് ഇൽമിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഉമ്മത്തിൽ ഇങ്ങനത്തെ ഒരു സംഘം വരും എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിനെ ഉലമാക്കൾ പറയുന്നത് ത്വലബുൽ ഇൽമിന്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഈ പറയപ്പെട്ട സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഈ ഒരു സംഘം ഇൽമ കരസ്ഥമാക്കുന്ന ആൾക്കാരാണ്. അവരിങ്ങനെ അവിടെ കേട്ടതും ഇവിടെ കേട്ടതും, അവിടെ ഷെയർ ചെയ്തതും ഇവിടെ ഷെയർ ചെയ്തതും, അവരെ പറഞ്ഞതും ഇവിടെ പറഞ്ഞതും എല്ലാം കേട്ടിങ്ങനെ തഖ്ലീദ് അല്ലെങ്കിൽ ഒരു അന്ധമായിട്ട് കാര്യങ്ങൾ വിശ്വസിച്ച് പോകുന്ന ആളുകളല്ല അവര്. അങ്ങനെയല്ല, ഒരിക്കലും അല്ല, അങ്ങനെ ഒരിക്കലും അല്ല. അപ്പൊ അവര് ത്വലബുൽ ഇൽമ് എടുക്കുന്നത്, അതാണ് ഇൽമിനെ കുറിച്ച് പറഞ്ഞല്ലേ, അമയുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, ആർക്കെങ്കിലും അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചാൽ ദീനിൽ അവഗാഹം കൊടുക്കും. തീർച്ചയായിട്ടും ഞാൻ അത് വീതിച്ച് നൽകുന്നവനാണ്, അള്ളാഹു ആണത് നൽകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഹദീസ് ബാക്കി ഭാഗം അല്ലെ, ആ സത്യത്തിൽ ഒരു സംഘം ഉറച്ചു നിൽക്കും. അവര് ഖിയാമത്ത് നാൾ വരെയും അവര് വളരെ കുറച്ച് ആളുകളായിരിക്കും. ഖിയാമത്ത് നാൾ വരെയും ഉറച്ചു നിൽക്കുന്ന ഒരു സംഘം ഉണ്ടാവും. അവർക്കെതിരെ ആരൊക്കെ എന്തൊക്കെ പ്രവർത്തിച്ചാലും അവർ അതിൽ തന്നെ ഉറച്ചു നിൽക്കും എന്ന് പറയുന്നത് ഈ ഒരു ഹദീസിന്റെ അവസാനത്തിലാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ഹദീസിന്റെ നമുക്ക് മനസ്സിലാക്കാം, അള്ളാഹുവിന്റെ ദീൻ ശരിയായ നിലയ്ക്ക് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ആ ഒരു സിറാത്തുൽ മുസ്തഖീം അല്ല ഉറച്ച മാർഗത്തിൽ നമുക്ക് നിൽക്കാൻ കഴിയുള്ളൂ. അല്ലാത്ത ആളുകൾക്ക് അതിന് കഴിയൂല. അപ്പൊ അതുകൊണ്ട് നമ്മൾ തലബുൽ ഇൽമിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. നമ്മൾ ഇതിൽ എവിടെ എത്തി നിൽക്കുന്നു നമ്മൾ ചിന്തിക്കണം. അതുപോലെ തന്നെ നമുക്കറിയാം, തുടക്കത്തില് ആയിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനില് അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ എന്ന് ചോദിക്കുന്ന ആയത്ത്. ഒരിക്കലും ഇല്ല അല്ലെ. അറിവുള്ളവരും അറിവില്ലാത്തവരും തമ്മിൽ ഒരിക്കലും ഒരു സാമ്യത ഉണ്ടാവില്ല. സ്വർഗക്കാരും നരകക്കാരും സമമാകുമോ എന്ന് അള്ളാഹു ചോദിച്ചതുപോലെ തന്നെയാണ്. അതല്ലെങ്കിൽ ഇരുട്ടും വെളിച്ചവും സമമാകുമോ, രാത്രിയും പകലും സമമാകുമോ എന്നതുപോലെ തന്നെ അത്രയും വ്യത്യാസം എന്തുണ്ടാവും, അറിവുള്ളവരും അറിവില്ലാത്തവരും തമ്മിൽ ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാകും. രണ്ടിടത്തും ആ വ്യത്യാസം നമുക്കിങ്ങനെ റിഫ്ലക്ട് ചെയ്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട പിന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അറിവ് ഇല്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ കുറേ ചിന്തിക്കേണ്ട ഒരു ഖൗലാണ് ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും അറിവില്ലാത്ത ഒരാളെടുത്ത് ഒരു അറിവുള്ള ഒരാളെടുത്തേക്ക്, ഒരു ആലിമിന്റെ അടുത്തേക്ക്, അറിവ് എന്തൊക്കെയാണ് ശരിയായിട്ടുള്ള ദീൻ പഠിച്ചിട്ടുള്ള ഒരാളെടുത്തേക്ക് ഒരു ഫിത്ന വരാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് പറയണ്ടല്ലോ, ഫിത്നകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് അല്ലെ. ഇപ്പൊ തന്നെ നമ്മൾ അറിയാം, റമദാൻ ആയിട്ട് പോലും ഒരുപാട് ഫിത്നകളിൽ മുഴുകി പോകുന്ന തരത്തിൽ നമുക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ പലർക്കും പറ്റാത്ത തരത്തിൽ ഫിത്ന നമ്മളെ പിടികൂടിയിരിക്കുകയാണ്. നമ്മളെ ചുറ്റിലും നമ്മളെ അടുത്ത് തന്നെ, നമ്മളെ വിരൽ തുമ്പുകളിൽ അല്ലെ, എല്ലായിടത്തും ഫിത്നകൾ നിറഞ്ഞിരിക്കുന്ന ഈ ഒരു കാലഘട്ടം. ഒരു ആലിമാണെങ്കിൽ, അറിവുള്ള ഒരാൾക്കാണെങ്കിൽ അവന് മനസ്സിലാവും, അറഫഹ, അവർക്ക് ഇത് ഫിത്നയാണ്, ഇതിന്ന് ഞാൻ മറഞ്ഞു നിൽക്കണം, ഇതിന്ന് ഞാൻ മാറി നിൽക്കണം, ഇത് എനിക്ക് പറ്റൂല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഒരു ജാഹിലായിട്ടുള്ള വ്യക്തിയാണെങ്കിലോ, അറിവൊന്നുമില്ല,
അങ്ങനത്തെ വ്യക്തികൾ എന്താ ഉള്ളൂ മനസ്സിലാവുക, ആ ഫിത്ന അവനെ ബാധിച്ച് അതിന്റെ എല്ലാ പ്രശ്നങ്ങളും അനുഭവിച്ച് അവന്റെ കൽബും അവന്റെ നെഫ്സും അവന്റെ ശരീരവും എല്ലാം അതിനകത്ത് സഫർ ചെയ്തിട്ട് അവസാനം എനിക്ക് മനസ്സിലാവൂ, അന്ന് അത് ചെയ്യേണ്ടിയിരുന്നില്ല, അത് ചെയ്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി. അല്ലെങ്കിൽ നമ്മൾ അന്ന് ആ ഫിത്ന അന്നേ അത് ഒഴിവാക്കിയാൽ മതിയായിരുന്നു. പലരും ഇപ്പം പല പാരന്റ്സും പല ആളുകളും അതിനെക്കുറിച്ച് റിഗ്രറ്റ് ചെയ്യുന്നവരായിരുന്നു കൂടുതലും, ഇല്ലേ? അന്നേ അവളെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അന്നേ അറിഞ്ഞില്ല, ഈ ഫോൺ വാങ്ങി കൊടുക്കുമ്പോഴേ ചിന്തിക്കേണ്ടതായിരുന്നു, കൊടുക്കേണ്ടിയിരുന്നില്ല. അങ്ങനെ പല കാര്യങ്ങളും ഞാൻ പല വിഷയങ്ങളിലേക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ പലപ്പോഴും നമ്മൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. എന്താ കാരണം നമ്മൾ ആ ഫിത്ന നമ്മളെ ബാധിച്ചെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ബാധിച്ചല്ലോ എന്ന്. പക്ഷേ നമ്മൾ ശരിക്കുള്ള ഇൽമുള്ളവരാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ആ ഫിത്ന നമ്മൾ അടുത്തേക്ക് വരുമ്പോൾ തന്നെ നമ്മളെ ഹൃദയം നമുക്ക് അലേർട്ട് തരും, നമ്മളത് ശ്രദ്ധിക്കും, നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കും. ആ ഫിത്ന കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൂടുതലും നമ്മുടെ അഹ്വാത്തുകൾ അല്ലെങ്കിൽ കൂടുതലും നമ്മുടെ മക്കള് ഫിത്നയിലേക്ക് അല്ലെങ്കിൽ പ്രയാസങ്ങളിലേക്ക് വീണു പോകുന്നത് ഈ പറയപ്പെട്ട സംഭവം അല്ലെങ്കിൽ എയിമിന്റെ ഒരു കുറവാണ്. നമുക്കും നമ്മളെ ഇപ്പോഴത്തെ കുട്ടികൾക്കും എല്ലാവർക്കും. അപ്പൊ നമ്മൾ എയിമ് ശരിയായ നിലയ്ക്ക് ഏറ്റവും എവിടെന്നെങ്കിലുമൊക്കെ എങ്ങനെങ്കിലും അല്ല, ഏറ്റവും നല്ല സോഴ്സിൽ നിന്ന് ഏറ്റവും നല്ല എയിമ് കരസ്ഥമാക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ എൽമിന്റെ മഹത്വത്തിൽ പെട്ടതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ള പ്രാർത്ഥന. അതുപോലെ നമുക്ക് സ്വഹാബാക്കളുടെ മാതൃക എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇൽമിന് വേണ്ടി അവർ പരിശ്രമിച്ചിട്ടുള്ളത്, അല്ലെ? ഒരു മാസക്കാലം ഒരു ഹദീസ് പഠിക്കാൻ വേണ്ടി, ഒരു ഹദീസ് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു സഹാബി മറ്റൊരു സഹാബിയെ കാണാൻ സന്ദർശിക്കാൻ വേണ്ടി യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനത്തെ യാത്രയുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മളെ ഉലമാക്കളിൽ നിന്ന് കാണാൻ കഴിയും. ഒരുപാട് മാസക്കാലം ഒരുപാട് നാളുകൾ യാത്ര ചെയ്ത് ഒരുപാട് പ്രയാസപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർക്ക് ഇൽമ കരസ്ഥമാക്കി നമ്മളെ മുന്നിൽ ഇപ്പൊ ഇരിക്കുന്ന ഓരോ നമ്മളിപ്പോ തജ്വീദ് പഠിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുന്ന കിതാബുകളാവട്ടെ, നമ്മൾ ഏതൊന്നും നമ്മൾ നോക്കണം, അത് നമ്മളെ കൺമുന്നിൽ ഇങ്ങനെ എത്രയും ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുടെ പരിശ്രമം, ഇല്ലേ, നമുക്ക് മുന്നേ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ വെറുതെ വീട്ടിലിരുന്നിട്ടല്ല, അവരൊക്കെ ഇൽമിന് വേണ്ടി അവരുടെ ജീവിതം തന്നെ ത്യജിച്ചിട്ടാണ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നമ്മളെന്ത് ഈസി ആയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ കേൾക്കുന്ന ഭക്തിമാരെന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു എളുപ്പമാണ് നമ്മളെ വീടുകളിൽ കട്ടിലുകളിൽ കിടന്നുകൊണ്ട് ഇരുന്നുകൊണ്ട് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടില്ലേ, നമുക്ക് ഭയങ്കര സമാധാനമായിട്ട് ഒരു പരിശ്രമവും ഇല്ലാണ്ട് നമുക്ക് ഇൽമ് കരസ്ഥമാക്കാനുള്ള മാർഗം ഇപ്പൊ നമ്മളെ മുന്നിലുണ്ട്. പക്ഷെ നമുക്ക് ഹിസാബ് കടുത്തതായിരിക്കും, നമുക്ക് മുന്നിലുള്ള ആളുകളെക്കാളും ഹിസാബ് ഉണ്ടാവും ഈ വിഷയത്തിൽ. നമ്മളെ ഒഴിവ് സമയം, നമ്മളിലേക്ക് കിട്ടിയിട്ടുള്ള ഇതേ അവസരങ്ങൾ, ഇത്രയും നല്ല ടെക്നോളജികൾ, ഇതൊക്കെ നീ എങ്ങനെ ഉപയോഗപ്പെടുത്തി? പല കാര്യങ്ങൾക്കും നീ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് നിന്റെ അറിവ് കരസ്ഥമാക്കാൻ, എന്നെ കുറിച്ച് മനസ്സിലാക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചില്ല അള്ളാഹു ചോദിക്കും, എന്നെ കുറിച്ച് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഞാൻ നിനക്ക് ഇറക്കിയ എന്റെ കലാമിനെ കുറിച്ച്, എന്റെ വചനങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ നീ എത്ര ടൈം സ്പെൻഡ് ചെയ്തു, നീ എത്ര എഫേർട്ട് എടുത്തു, നീ എത്ര നിന്റെ ആരോഗ്യം, നിന്റെ സമ്പത്ത്, നിന്റെ സമയം നീ ചിലവഴിച്ചു? തീർച്ചയായിട്ടും നമുക്ക് ആ ചോദ്യം ഉണ്ടാവും, തീർച്ചയായിട്ടും. കാരണം എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുന്ന, എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എഫേർട്ട് എടുക്കുന്ന, നമ്മുടെ ടാലന്റ്, നമ്മുടെ ബുദ്ധി, നമ്മുടെ കാഴ്ച, നമ്മുടെ കേൾവി, എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ലേ? പല കാര്യങ്ങൾക്ക് വേണ്ടി. ഇപ്പം ഇനി പറയാൻ പഠിച്ച ആളുകളല്ല, അധികം വിദ്യാഭ്യാസം ഒന്നും ഇല്ല, പോട്ടെ, വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്, നല്ല ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ പല കാര്യങ്ങൾക്ക് നമുക്കിത് ഉപയോഗപ്പെടുത്താമെങ്കിൽ അള്ളാന്റെ കലാം മനസ്സിലാക്കാൻ, അള്ളാഹു നമ്മോട് സംസാരിച്ച അവന്റെ സംസാരം മനസ്സിലാക്കാൻ, അത് പഠിക്കാൻ വേണ്ടിയിട്ട്, അള്ളാഹു എന്താണ് എന്നോട് പറയുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്, എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഇട്ടേച്ച് പോയിട്ടുള്ള ഈ ദീൻ എന്താണെന്ന് പഠിക്കാൻ വേണ്ടി നമ്മൾ എത്ര ടൈമാണ് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്? ചിന്തിച്ചു നോക്കിയോ? നമ്മളെ തന്നെ ഞാൻ ഉൾപ്പെടെ ഈ മജ്‌ലിസിലിരിക്കുന്ന എല്ലാവരും ഒന്ന് സ്വയം ഒന്ന് വിചാരണ ചെയ്ത് നോക്കി. നമുക്ക് ഈ ഒരു റമദാൻ നമ്മളിന്ന് വിട പറയുന്ന ഒരു സമയം നമ്മൾ ചിന്തിക്കണം, നമ്മൾ സ്വയം നമ്മളിത് വിചിന്തനം നടത്തണം. ഈ ഇൽമ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും ഇമ്പോർട്ടൻസ് തന്നിട്ടുള്ള ഈ ഇൽമിന്റെ കാര്യത്തിൽ ഞാൻ എന്ന വ്യക്തി എത്രമാത്രം ഇവിടെ നിൽക്കുകയാണ്, ഞാൻ എത്രമാത്രം അള്ളാന്റെ ദീൻ പഠിച്ചിട്ടുണ്ട്, എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ എന്റെ ദൈനംദിന ജീവിതത്തിൽ നമുക്കറിയാം, നമുക്ക് ഒരുപാട് എവ്രിതിങ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഉറക്കം എണീറ്റ മുതൽ രാത്രി കിടക്കുന്നവരെയും എല്ലാ കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നമ്മൾ എങ്ങനെ ചെയ്യണം, എവ്രിതിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റൂ ദുനിയാവിൽ, അതിനെല്ലാം നമുക്ക് ദീനിലെ ഒരു വ്യവസ്ഥ ഉണ്ടാവും. ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യാൻ പാടില്ല, നമുക്ക് ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്. ഇതൊക്കെ അറിഞ്ഞ എത്ര ആളുകൾ ഉണ്ടാവും നമ്മുടെ കൂട്ടത്തില്? അല്ലെങ്കിൽ ഞാൻ പറയാം, നമസ്കാരത്തിൽ നമ്മൾ പറയുന്ന പ്രാർത്ഥനകള്, അല്ലെങ്കിൽ നമ്മൾ നമസ്കാരത്തിലെ ഓരോ
ഓരോ ആക്ടിവിറ്റീസ് നമ്മൾ എത്രമാത്രം അതിനെക്കുറിച്ച് നമ്മൾ എത്രമാത്രം അറിവുള്ളവരാണ്. നമ്മളെ നോമ്പ് ഇപ്പൊ തന്നെ നോമ്പായപ്പോ തന്നെ ഒരുപാട് സംശയങ്ങളിലെ ഫിഖഹിയായിട്ടുള്ള പല സംശയങ്ങളും നമുക്ക് വരും. അതിൽ വളരെ നിസാരമായിട്ടുള്ള ബേസിക് ആയിട്ട് നമ്മൾ നോമ്പിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട സംശയങ്ങൾ വരെ ചോദിക്കുന്ന അഖ്വാത്തുകളുണ്ട്. ഞാൻ അങ്ങനെ പറയല്ല, നമ്മൾ ചിന്തിക്കണം നമ്മളുടെ ഇൽമ് ഓരോ വിഷയത്തിലും എത്രത്തോളം ഉണ്ട്. നമ്മൾ അള്ളാന്റെ ദീൻ പഠിക്കാൻ വേണ്ടി നമ്മൾ ദീനിന്റെ വിഷയത്തിൽ എന്റെ ഇൽമ് എവിടം വരെ ഞാൻ അതിനു വേണ്ടി എന്ത് എഫേർട്ടാണ് എടുത്തത്. അല്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ ദീനിന്റെ കാര്യത്തിൽ നമ്മളെ നാടുകളിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മളെ സൊസൈറ്റിയിൽ നമ്മൾ ആ ഒരു വിഷയത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ മദ്രസയിൽ പോയതായിരിക്കാം. കൂടുതൽ ആളുകളും മെജോറിറ്റി അഖവാത്തുകളും ചെറിയ പ്രായത്തില് വളരെ ചെറിയ പ്രായത്തിൽ മാഷാ അള്ളാ മദ്രസകളിൽ നമ്മളെ പാരന്റ്സ് നമ്മളെ പറഞ്ഞയച്ചിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് മാഷാ അള്ളാ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു. മദ്രസയിൽ 6ാം ക്ലാസ് വരെ പഠിച്ചു, 7ാം ക്ലാസ് വരെ പഠിച്ചു. എങ്കിലും നമുക്കറിയാം നമ്മൾ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ മദ്രസകളിലൊന്നും പണ്ട് പോവാറില്ല. അപ്പൊ ആ ഒരു അറിവ് മതിയോ എനിക്ക്? ഞാൻ ഇനി 60-70 വർഷം നമ്മൾ ജീവിക്കണം, ചിലപ്പോൾ 100 വർഷമൊക്കെ നമുക്ക് അള്ളാഹു ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ അത്രയും വർഷം ജീവിക്കാൻ വെറും 6 വർഷം ഞാൻ ദീൻ പഠിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ വെറും ഒരു 5 വർഷം വളരെ ബേസിക് ആയിട്ടുള്ള, വളരെ ബേസിക് എന്ന് പറഞ്ഞാൽ അതും പൂർണ്ണമായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല, വളരെ അപൂർണമായ നിലയിൽ പഠിച്ച ദീന് മതിയോ എനിക്ക്? ഇനിയുള്ള വർഷം, ഇനിയുള്ള കാലം മുഴുവൻ ജീവിച്ച് എനിക്ക് അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയുമോ ഞാൻ ഇതൊക്കെ പഠിച്ചതൊക്കെ മതി എനിക്ക് എന്ന് പറയാറുണ്ട്. അത് മതിയാകുമോ മുഖ്തിമാരെ? അങ്ങനെ മതിയാകുമെങ്കിൽ ഇത്രത്തോളം ഇമ്പോർട്ടൻസ് തലബുൽ ഇൽമിന് കൊടുക്കണമായിരുന്നു, ഇത്രത്തോളം പ്രയാസപ്പെടണമായിരുന്നു. നമ്മളുടെ സഹാബാക്ക് നമുക്ക് മുന്നേ ഉള്ള ഉലമാക്കൾ ഇത്രത്തോളം പ്രയാസപ്പെടണമായിരുന്നു ദീൻ പഠിക്കാൻ വേണ്ടിയിട്ട്? ഒരിക്കലും ഇല്ല. അവർക്കെന്നാ കുറച്ചാൾ പഠിച്ചിട്ട് പഠിച്ചു എന്ന് പറഞ്ഞ് മാറി നിൽക്കാറുണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കണം, നമ്മളുടെ മക്കളോട് നമ്മൾ പറയാറുണ്ട് നിസ്കരിക്കുക, ഓത്, അത് ചെയ്യില്ലേ. നമ്മൾ കൂടുതലും പാരന്റ്സ്, നമ്മൾ ഉമ്മമാര് കൽപ്പനക്രിയ അമ്രാണ് കൊടുക്കാറ് മക്കൾക്ക്. എന്താ അത് ചെയ്യ്. പക്ഷെ അവരടുത്ത് പിടിച്ചിരുത്തിയിട്ട് മോളെ നമസ്കാരത്തിന്റെ ലക്ഷ്യം നമ്മൾ ഇപ്പോഴല്ല, ഒരു 18-20 വയസ്സായിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ചെറുപ്പത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ മക്കളെ വിളിച്ചിട്ട് നമ്മൾ എന്തിനാ നമസ്കരിക്കുന്നത്, ആരാണ് അള്ളാഹു, നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് വളരെ ഭംഗിയായിട്ട് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. നമ്മൾ കൽപ്പന അല്ലാതെ നമ്മൾ ചിന്തിക്കണം. അത് ശരിയായ നിലക്ക് നമുക്ക് നമ്മൾ പഠിച്ച പോലെ കുറച്ച് മുറിഞ്ഞ അറിവ് വെച്ചല്ല, ശരിയായ നിലക്ക് എന്താണല്ലോ നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മൾ ഇഷ്ടമുള്ള പോലെ പറഞ്ഞു കൊടുക്കലല്ല മക്കൾക്ക്, ശരിയായ നിലക്ക് വേണം ദീനിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്. അതുപോലെ അള്ളാന്റെ കലാം പാരായണം ചെയ്തുകൊണ്ട്, ഇപ്പൊ പ്രത്യേകിച്ച് നമുക്കറിയാം ഹറമുകളിലൊക്കെ നമ്മള് ഖുർആൻ റെസിറ്റേഷൻസ് കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് റമദാൻ ആകുമ്പോൾ എന്തൊരു മശാഅല്ലാഹ് അവരുടെ ആ ഒരു പാരായണത്തിലുള്ള ഖുശൂ നമ്മളിങ്ങനെ കേൾക്കാറുണ്ട് അല്ലെ, കരഞ്ഞിട്ട്. നമുക്ക് തന്നെ മാഷാഅല്ലാഹ് കേൾക്കുമ്പോൾ ഹൃദയം ഇങ്ങനെ പടയും. അത്രയും കരഞ്ഞിട്ടാണ് അവർ ഖുർആൻ ഓതുന്നത് നമസ്കാരത്തില് അല്ലാതെ ഒക്കെ. അപ്പൊ നമ്മൾ എപ്പോഴെങ്കിലും അള്ളാന്റെ ഒരു കലാം, ഒരു ആയത്ത് ഓതിയിട്ട് നമ്മളെ ഹൃദയം ഒന്ന് പെടഞ്ഞിട്ടുണ്ടോ? അതിന്റെ അർത്ഥം ചിന്തിച്ചിട്ട്, അതിന്റെ ആശയം ചിന്തിച്ചിട്ട് നമ്മളെ ഹൃദയം ഒന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു മാറ്റം, ഹൃദയത്തിൽ ഒരു ചെറിയൊരു മാറ്റം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. നമ്മളിതൊക്കെ സ്വയം ഒന്ന് വിചിന്തനം നടത്തില്ലേ? ഹാസിബു ഖബല അൻ തുഹാസിബു. നമ്മൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ സ്വയം നമ്മളെ ഒന്ന് വിചാരണ ചെയ്യണം. ഒരു മിനിറ്റ് ചിന്തിക്കുക ഫത്തിമാരെ. അപ്പൊ ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് തന്നെ നമ്മളെ മനസ്സിലേക്ക് വരും, ഇല്ല ഞാൻ ഒന്നും ആയിട്ടില്ല, ഇനിയും ഞാൻ ഒരുപാട് പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്, തൊലബുൽ ഇൽമിൽ ഞാൻ ഒന്നും എടുത്തിട്ടില്ല, ഇനിയും ഒരുപാട് പരിശ്രമിക്കണം എന്നൊരു ചിന്ത നമ്മളെ മനസ്സിലേക്ക് എന്തായാലും വരും ഇല്ലേ? അപ്പൊ തന്നെ ആ ചിന്ത വരുമ്പോ തന്നെ ശൈത്താൻ നമ്മളെ മനസ്സിലേക്ക് കുറെ ആശങ്കകൾ കൂടി ഇട്ട് തരും, കുറെ കൺസേൺ അല്ലേ? തീർച്ചയായിട്ടും നമ്മളെ അഹവാത്തുകൾക്ക്, നമ്മളെ സഹോദരിമാർക്കുള്ള ഒരു കാര്യമാണ് ആവശ്യമില്ലാത്ത ടെൻഷൻസ് ആണ്, ആവശ്യമില്ലാത്ത ചിന്തകളാണ്, ഓവർ തിങ്കിങ് അല്ലേ? അപ്പൊ നമ്മളെ മനസ്സിലേക്ക് ഇതൊക്കെ വരുമ്പോഴത്തേക്കും ശൈത്താൻ, ഈ പ്രായത്തിൽ ഇനിയിപ്പൊ എങ്ങനെ പഠിക്കാനാ അല്ലെ, എങ്ങനെ ഞാൻ പഠിക്കും, ഇത്രയും പ്രായമായി, ഇത്രയും ഉത്തരവാദിത്തങ്ങള്, അങ്ങനെ ഞാൻ എങ്ങനെ പഠിക്കാൻ പറ്റും എനിക്ക്? അപ്പൊ ചില ആൾക്കാർ ചിന്തിക്കും, എനിക്ക് അറബിക് കോളേജിലോ അല്ലെങ്കിൽ ഹറമുകളിലോ അല്ലെങ്കിൽ എവിടെയും പോയി പഠിക്കാൻ ആഗ്രഹമുണ്ട്, ഭയങ്കര ആഗ്രഹമാണ് പഠിക്കാൻ. പക്ഷെ എനിക്ക് എന്റെ ഉത്തരവാദിത്തങ്ങൾ, മക്കളുടെ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇടയിൽ എങ്ങനെ അതിനൊക്കെ സമയം കണ്ടെത്തൽ എങ്ങനെ സാധിക്കും? പലരും ചിന്തിക്കുന്നുണ്ടാവും. കുറെ അഖവാത്തുകൾ മാഷാഅല്ലാഹ് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്ക് ഒരുപാട് ജീവിതത്തിന്റെ കുറെ പ്രയാസങ്ങളെ കാരണം ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. അതുപോലെ തന്നെ ചില ആൾക്കാർ ചിന്തിക്കുമോ, ചെറുപ്പത്തിലൊക്കെയല്ലേ, ചെറിയ കുട്ടികളൊക്കെയല്ലേ ഇത് പഠിക്കേണ്ടത്, ഇപ്പം ബുദ്ധിയൊക്കെ ഉള്ള സമയത്ത് അല്ലെങ്കിൽ ബുദ്ധിയൊക്കെ നല്ല ഉള്ള സമയത്തിൽ ഇതൊക്കെ പഠിക്കാൻ പറ്റും, ഈ ഒരു പ്രായത്തിൽ ബുദ്ധിയൊക്കെ ഇങ്ങനെ പോയ സമയത്ത് പഠിക്കാൻ പറ്റുമോ ചോദിക്കും ചില ആളുകൾ. നമ്മൾ ചിന്തിക്കണം മുഖ്തിമാരെ, നമ്മൾ ഒരിക്കലും പ്രായം ഇല്ല. നമുക്കറിയാം നമ്മളെ ഏറ്റവും വലിയ മാതൃക ഏതാ? നമുക്ക് സഹാബാക്കൾ, ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മാതൃക. എത്രാമത്തെ വയസ്സിൽ റസൂലുള്ളാഹിക്ക് ഈ വഹി പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്?
റസൂലുള്ളാഹിയുടെ ചെറുപ്പത്തിൽ നല്ല ചുറുചുറുക്കുള്ള നല്ല സമയത്തൊക്കെ അള്ളാഹുവിന് കൊടുത്തുകൂടായിരുന്നു ഖുർആൻ? 25 വയസ്സൊക്കെ അല്ലെങ്കിൽ ഒരു 18 വയസ്സിലൊക്കെ ഖുർആൻ ഇറക്കിക്കൂടായിരുന്നു? ഇല്ല. അള്ളാഹു 40 വയസ്സിന് ആ സമയത്താണ് പരിശുദ്ധ ഖുർആൻ ഇറക്കി കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മള് അതന്നെ ചിന്തിച്ചാൽ മതി. പ്രായം ഖുർആൻ പഠിക്കാൻ അല്ലെങ്കിൽ ദീൻ കരസ്ഥമാക്കാൻ പ്രായം ഒരു തടസ്സമേ അല്ല. നമ്മള് ഈ ഒരു കാര്യത്തിന് ഒരു അവബോധം നമ്മുടെ നാട്ടിൽ നമ്മൾ കൊടുക്കണം. ഈ ഒരു കാര്യത്തിൽ ഒരു അവബോധം നമ്മൾ കൊടുക്കണം അഖവാത്ത്. കാരണം നമ്മുടെ വീടുകളിൽ ഇരിക്കുന്ന ഉമ്മമാരുണ്ട് ല്ലേ? അവര് ആ ചെറിയ 5 വർഷമൊക്കെ അവര് ചെറിയ പ്രായത്തിൽ മദ്രസയിൽ പോയ ആ ഒരു അറിവ് വെച്ച് അവര് ഖുർആൻ അത്രയും അപൂർണമായിട്ടുള്ള അറിവ് വെച്ചാണ് അവര് ഖുർആൻ ഓതുന്നത്, അവര് നമസ്കരിക്കുന്നത്, അവര് ദുആ ചെയ്യുന്നത്, അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. അപ്പൊ അവര് നമ്മള് അവർക്കൊരു ബോധം കൊടുക്കണം. ഉമ്മ ഇങ്ങനെയല്ല, നമ്മൾ പഠിക്കണം. പഠനം എന്നുള്ളതിനകത്ത് ഒരു തരത്തിലും പ്രായം ഒരു പ്രശ്നമല്ല എന്നുള്ളൊരു അവബോധം നമ്മളുടെ വീടുകളിൽ ഇരിക്കുന്ന ഉമ്മമാർക്ക് നമ്മൾ കൊടുക്കണം. ഈ മജ്‌ലിസിൽ ഇരിക്കുന്ന ഓരോരുത്തരും അതിന് നമ്മൾ കാരണമായി ഒരു വാക്ക് പറഞ്ഞ് അതിൽ പ്രചോദനം കൊണ്ട് ഒരാൾ ഇൽമ പഠിക്കാൻ വരികയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, അത് എത്ര വലിയ ഖൈറാണ് ഉഖ്തിമാരെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതിലേക്ക് തിരിച്ചു വരാം. നമ്മുടെ പ്രായം ഒരു തടസ്സമേ അല്ല. അതുപോലെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ മക്കളെ നോക്കുന്നതിനിടയിൽ ഒക്കെ എങ്ങനെ സമയം കണ്ടെത്തും? ചില ആൾക്കാർ കുറച്ചൊരു അഹങ്കാരത്തോടെ പറയാറുണ്ടോ, ഇതൊക്കെ മതി, ഞാൻ പഠിച്ച അറിവൊക്കെ മതി, എനിക്ക് അതൊക്കെ വെച്ച് ഞാനങ്ങ് ജീവിച്ചോളാം, ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ ഇതൊക്കെ ശൈത്താൻ നമ്മളെ മനസ്സിലിട്ട് തരുന്ന വെറും ആവശ്യമില്ലാത്ത കൺസേൺ ആണ്. കാരണം തീർച്ചയാണ് നമുക്ക് സ്ത്രീകൾക്ക് ഒരുപാട് വീടുകളിൽ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ടാവും. മക്കളെ വളർത്തണം, സൗജിന്റെ കാര്യങ്ങൾ നോക്കണം, മറ്റ് ഉത്തരവാദിത്തങ്ങളൊക്കെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. നമ്മൾ വളരെ ശ്രദ്ധ കൊടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഇതിനെല്ലാം ഇടയിൽ നമ്മുടെ സ്വന്തം നെഫ്സിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് നമസ്കരിക്കുമ്പോൾ ഒരു ഖുശൂ വേണ്ടേ അഖ്തിമാരെ? നമുക്കൊന്ന് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ റബ്ബിന്റെ ആ ഒരു കലാം ഇങ്ങനെ ആസ്വദിച്ചിട്ട് അതിന്റെ ഹലാവ്, അതിന്റെ മധുരം ഇങ്ങനെ നുണർന്നില്ലേ, അള്ളാഹിലേക്ക് ഇങ്ങനെ അടുത്ത് അള്ളാഹിനെ ഇങ്ങനെ സ്നേഹിക്കാൻ നമുക്ക് പറ്റണ്ടേ? നമ്മൾ ചിന്തിക്കാറുണ്ട്. നമ്മളെ നെഫ്സിന് വേണ്ടി നമ്മൾ കുറച്ച് സമയം നമ്മൾ കണ്ടെത്താൻ നമുക്ക് പറ്റും ഇല്ലേ? എത്രയോ തീർച്ചയായിട്ടും നമുക്ക് പറ്റും. കാരണം നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലെ ഏതൊരു ഉത്തരവാദിത്തങ്ങളിലും നമ്മൾ സ്ത്രീകൾ ഒരു ടൈം ഷെഡ്യൂൾ ഒക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങൾക്ക്, എത്രയോ ആളുകളിലെ ഫാമിലി നോക്കുന്ന, ജോബിന് പോകുന്ന, അവരുടെ പാഷൻ നോക്കുന്ന, അങ്ങനെ എത്രയോ സ്ത്രീകളുണ്ട്. നമുക്ക് പറ്റും. നമ്മളതിന് വേണ്ടി ഒരു നിയ്യത്ത് എടുക്കണം, നമ്മൾ പരിശ്രമിക്കണം, ആഗ്രഹിക്കണം. കാരണം തീർച്ചയായിട്ടും അതിനുള്ള ഒരു അവസരം തൗഫീഖ് റബ്ബാണ് നമുക്ക് നൽകുന്നത്. സമയത്തിലൊരു ബറക്ക അത് അള്ളാഹു നമുക്ക് നൽകും തീർച്ചയായിട്ടും, നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇതിന്റെ ഈ കൺസേൺ ഒക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ ചിന്തിക്കണം. ഇതിനൊക്കെ കുറച്ച് സൊല്യൂഷൻസ് ഉണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞ പോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് എളുപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല പല കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. അതുപോലൊരു എളുപ്പം നിങ്ങൾക്ക് മുന്നിലേക്ക് നമ്മൾ വെക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ റമദാൻ, ഈ ഏറ്റവും ഹൈറുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഹൈർ കരസ്ഥമാക്കാൻ ഇൻഷാ അല്ലാഹ് അക്കാദമി അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ആളുകൾ കുറച്ച് എളുപ്പത്തിൽ നിങ്ങൾക്ക് കരസ്ഥമാക്കാനുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. നിങ്ങൾക്കായിട്ട് നമ്മൾ കരുതി വെച്ചിരിക്കുകയാണ്. കുറേ നാളുകളായിട്ടുള്ള പരിശ്രമം, കുറേ നാളുകളായിട്ട് നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. നിങ്ങളുടെ ഇരു ലോകവും ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയം, തീർച്ചയായിട്ടും നിങ്ങൾ നല്ല നിയ്യത്തോടു കൂടി, നല്ലൊരു ഇഖ്ലാസോടു കൂടി നിങ്ങൾ മുന്നിട്ട് വരികയാണെങ്കിൽ നിങ്ങളുടെ ഇരു ലോകത്തും നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരാത്ത, നിങ്ങൾക്ക് ഹൈറല്ലാതെ മറ്റൊന്നും കൊണ്ടുതരാത്ത ഏറ്റവും ഹൈറായ ചില സമ്മാനങ്ങൾ നമ്മൾ കരുതി വെച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അതിൽ നമ്മൾ ഏറ്റവും പ്രതീക്ഷയോടെ നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്ന ഒരു 3 കോഴ്സുകൾ ഇൻഷാ അല്ലാഹ്, അതിനെ കുറിച്ചാണ് മെയിനായിട്ട് നാം സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഴ്സിനെ കുറിച്ചാണ് നമ്മൾ നിങ്ങളെ അറിയിക്കുന്നത്. ദൗറത്തു ശരിഅത്തുൽ ഇസ്ലാമിയ ലിന്നിസാ, സ്ത്രീകൾക്കായിട്ട് അല്ലെങ്കിൽ വീടുകളിൽ ഇരിക്കുന്ന ഉമ്മമാർക്ക്, വീടുകളിൽ ഇരിക്കുന്ന മക്കൾക്ക്, നമ്മളുടെ കൗമാരക്കാരായ മക്കൾക്കൊക്കെ വീടുകളിൽ നിന്നുകൊണ്ട് തന്നെ ശരിയായിട്ടുള്ള ദീൻ പഠിക്കാനുള്ള ഒരു സംവിധാനം. നമ്മൾ പലരും ആഗ്രഹിച്ചിട്ടുണ്ടാവും, എനിക്ക് പലരുടെയും ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ, പലരുടെയും പരിശുദ്ധ ഖുർആന്റെ പാരായണം കേൾക്കുമ്പോൾ, പലരുടെയും ഇല്ല, നമുക്കറിയാം, നമുക്ക് അസൂയ നമുക്ക് തന്നിട്ടുള്ള ഹലാലാക്കിയിട്ടുള്ള ഒരേ ഒരു സ്ഥലം എന്താണ്? സ്ഥലങ്ങളിൽ പെട്ടതാണ്. നമുക്ക് ദീനുള്ള ആളുകളെ കാണുമ്പോൾ നമുക്ക് പലപ്പോഴും, എനിക്ക് തോന്നുന്നു, അങ്ങനെ ആഗ്രഹം തോന്നാത്ത ആരും ഉണ്ടാവൂല. എത്ര ഇതാണെന്ന് പറഞ്ഞാലും നമുക്ക് ദീനിയായിട്ടുള്ള ഒരാളെ കാണുമ്പോൾ അവരുടെ അടുത്ത് ഭയങ്കര റെസ്പെക്ട് തോന്നും. അവരെ പോലെ എനിക്കും ആയിരുന്നെങ്കിൽ, ഞാനും ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ പഠിക്കാൻ പോയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നാറുണ്ടല്ലേ? ഞാനും അറബിക് കോളേജിലൊക്കെ പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാനും ഹറമിലൊക്കെ പോയി പഠിക്കാൻ എനിക്ക് പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ അഖവാത്ത്? എനിക്ക് തോന്നുന്നു എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടാവും. നമ്മൾക്ക് ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ്
പഠിക്കാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് വരുന്നതും ഇല്ല. എനിക്കിത് പഠിക്കണം എന്നുള്ള ആഗ്രഹം നമ്മളെ മനസ്സിൽ വരുമ്പോഴാണല്ലോ. അപ്പം അങ്ങനെ ആഗ്രഹിച്ചിട്ട് പക്ഷെ കഴിഞ്ഞിട്ടില്ല. നമുക്ക് നമ്മളെ നല്ല പ്രായത്തിൽ നമ്മൾക്ക് അതിനുള്ളൊരു അവയർനെസ് ഉണ്ടായിരുന്നില്ല. നമുക്ക് നമ്മളെ സൊസൈറ്റി അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല അതിനെക്കുറിച്ച്. ഇപ്പൊ നമ്മൾ ഖേദിക്കുന്നുണ്ടാവും പലരും. എനിക്ക് ശരിക്കും ദീനൊന്നും പഠിക്കാൻ പറ്റിയെങ്കിൽ, ശരിയായ സോഴ്സ് ഒന്ന് പഠിക്കാൻ പറ്റിയെന്നെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടാവും. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹൈർ നൽകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. അതുപോലെ ചില ആഗ്രഹിക്കുന്നുണ്ടാവും നമ്മളെ മക്കൾക്ക്. ഇല്ല, നമുക്കറിയാം മക്കളെ നമ്മള് മദ്രസയിൽ മാത്രം ചിലപ്പോൾ വിട്ടിട്ടുണ്ടാവുള്ളൂ. അവർക്ക് ശരിയായിട്ടുള്ള ഒരു ദീൻ ചിലപ്പോൾ ദീനിലുള്ള ഇൽമ് കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവൂല. നമുക്ക് വീടുകളിൽ നിന്ന് പറഞ്ഞയക്കാൻ അല്ലെ, ഹോസ്റ്റലുകളിലൊക്കെ പറഞ്ഞു വിട്ട് ദീനൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു വിടാൻ ചില പാരന്റ്സിന് നല്ല വിഷമം ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള പാരന്റ്സിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പേർക്ക് ഹൈർ നൽകുന്ന ഒരു കോഴ്സാണ് ദൗറത്തു ശരിയാത്തുൽ ഇസ്ലാമിയ. ഈ കോഴ്സിനെ കുറിച്ചുള്ള കുറച്ച് ചെറിയൊരു വിവരണമാണ് ഇൻഷാല്ല ഇന്നത്തെ ഒരു സെഷനിൽ പറയുന്നത്. എന്താണ് കോഴ്സ് എന്നും അതിന്റെ ചെറിയ കാര്യങ്ങൾ ഇൻഷാല്ല വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് നിങ്ങൾക്ക് റമദാനിക്ക് ശേഷം കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഇൻഷാല്ല കോഴ്സ് ഏകദേശം 4 സെമിസ്റ്ററുകളായിട്ട് 2 വർഷത്തെ കോഴ്സാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത്. കാരണം നമുക്ക് കുറച്ച് അത്യാവശ്യം നമ്മൾ പഠിച്ചിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, കുറച്ച് വിഷയങ്ങളെ കുറിച്ച് നമ്മൾ ആണ് ഈ കോഴ്സിൽ നിങ്ങൾക്ക് മുന്നോട്ട് വെക്കുന്നത്. ഏകദേശം 9 പുറത്ത് സബ്ജക്റ്റുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. 9+ സബ്ജക്ട് ഇസ്ലാമിക് സ്റ്റഡീസ് സബ്ജക്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ ഏകദേശം 10ലധികം ആധികാരികമായിട്ടുള്ള ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള കിതാബുകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് നമ്മൾ വെക്കുന്നുണ്ട് ഈ 2 വർഷം കൊണ്ട്. അതുപോലെ ആഴ്ചയിൽ 5 ദിവസത്തെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നമ്മളിങ്ങനെ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും പല ക്ലാസ്സുകൾ, ദർസുകൾ അവിടെ ടെലിഗ്രാമിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. മാഷാ അല്ലാഹ് നമ്മൾ എപ്പോഴും ദിവസവും നമ്മൾ ക്ലാസ്സുകളായിട്ട് കണക്റ്റഡ് ആണ്. പക്ഷെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം തലബുൽ ഇൽമിന് ഒരുപാട് മര്യാദകൾ, അദബുകൾ ഉണ്ട്. അതിന്റെ ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കുന്നതിനകത്ത് ഒരു ഓർഡർ കൊണ്ടുവരണം. നമ്മളൊരു എങ്ങനെയും ആദ്യ കിതാബ് അല്ലെങ്കിൽ നമ്മൾ ഹദീസ് പഠിക്കാൻ വേണ്ടി ആദ്യം തന്നെ പോയിട്ട് ബുഖാരി ഹദീസുകൾ എടുത്ത് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കലല്ല. അല്ലെങ്കിൽ ആദ്യം തന്നെ പോയിട്ട് വലിയ തഫ്സീറുകൾ എടുത്ത് സ്വന്തമായിട്ട് വായിച്ച് പഠിക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും ഇൽമ് നമുക്ക് കിട്ടൂല. നമുക്ക് ഏതൊരു കാര്യത്തിലും നമുക്കറിയാം, എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ തന്നെ നമ്മൾ ദുനിയാവിൽ ഏതെങ്കിലും ഒരു അറിവ് കരസ്ഥമാക്കാൻ വേണ്ടി നമ്മൾ പോവാണ്. ഇപ്പൊ ഒരു MBBS പഠിക്കാൻ വേണ്ടി എനിക്ക് ഡോക്ടർ ആവണം എന്ന് വിചാരിച്ചുകൊണ്ട് ഒരാൾ പോയിട്ട് എന്ത് ചെയ്യാണ്, കുറെ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്ക് അങ്ങനത്തെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വാങ്ങി സ്വന്തമായിട്ടിരുന്ന് പഠിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തൊരു ടീച്ചർ അടുത്ത് പോയിട്ട് ഡോക്ടർ ആവാൻ പഠിച്ച ആർക്കെങ്കിലും പറ്റുമോ? അല്ലെങ്കിൽ IAS ആവണം എന്ന് വെച്ചാൽ ആർക്കെങ്കിലും പറ്റുമോ? ഒരു എഞ്ചിനീയർ ആവണം? ഒരിക്കലും പറ്റില്ല. എല്ലാത്തിനും നമ്മുടെ ദുനിയാവിൽ ഈവൻ LKG പഠിക്കണമെങ്കിൽ ഒരു കുട്ടിക്ക് LKG പാസ്സാവണമെങ്കിൽ തന്നെ അതിൻ്റെതായിട്ടുള്ള ഭയങ്കര റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ട് നമ്മളെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതിനേക്കാളൊക്കെ മുകളിലാണ്, ഇതിനേക്കാളൊക്കെ എത്രയോ പ്രീഷ്യസ് ആയിട്ടുള്ള അള്ളാന്റെ കലാം, അള്ളാന്റെ വചനങ്ങൾ, റസൂലുള്ളാഹിന്റെ ഹദീസ്, ഇത് പഠിക്കാൻ എങ്ങനെയെങ്കിലും പറ്റുമോ? എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് ഏതെങ്കിലും സോഴ്സ്, ഏതെങ്കിലും ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ്, ഏതെങ്കിലും ഒരു ടെലിഗ്രാം, ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലിൽ പോയിട്ട് ഒരു സെർച്ച് ബട്ടൺ കൊടുത്ത്, ഒരു ഗൂഗിളിൽ പോയി സെർച്ച് ബട്ടൺ കൊടുത്ത് ആദ്യം കാണുക, ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളത് ഏതാണോ അതെടുത്ത് കണ്ട് കേട്ട് പഠിക്കുക. ഇത് എങ്ങനെ ശരിയാകും? അതൊന്ന് ആലോചിക്കുക. അള്ളാന്റെ ദീനാണ് ഇത്, അള്ളാഹു നമുക്ക് ഇറക്കിയിട്ടുള്ള ഈ പവിത്രമായിട്ടുള്ള ദീനാണ്. ഇത് എങ്ങനെയൊക്കെ പഠിക്കാന്ന് നമ്മൾ വിചാരിക്കുകയാണ്, ഒരിക്കലും പറ്റൂല. ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ടാവും. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഏറ്റവും നല്ല സോഴ്സ്, സിസ്റ്റമാറ്റിക്കിനേക്കാളും ഫസ്റ്റ് ഏറ്റവും നല്ല സോഴ്സ് നമ്മൾ കണ്ടെത്തണം. ഏറ്റവും ശരിയായിട്ടുള്ള സോഴ്സ് ആണോ നമ്മൾ കണ്ടെത്തി മനസ്സിലാക്കി നമ്മൾ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കാനായിട്ട്. അപ്പൊ അതിനുള്ളൊരു അവസരമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഏകദേശം 2 വർഷം കൊണ്ട് നിങ്ങൾക്ക് 10ലധികം കിതാബുകൾ, അതും അറബിയിൽ തന്നെ പഠിക്കാനുള്ള ഒരു അവസരമാണ് അക്കാദമി മുന്നോട്ട്. ഈ കോഴ്സിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഏകദേശം കുറച്ച് കാര്യങ്ങൾ ഇൻഷാല്ലാ വളരെ 1 by 1 ആയിട്ട് പറയാം. ആദ്യം തന്നെ നമ്മുടെ ഫാക്കൽറ്റി, നിങ്ങൾക്ക് വേണ്ടി നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഫാക്കൽറ്റി ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള, മാഷാല്ലാ ഈ ഒരു ഇതിൽ നല്ല ഇൽമ എടുത്തിട്ടുള്ള നല്ല അധ്യാപികമാരുടെ, അതിന് ഏറ്റവും സ്പെഷ്യലാണ്. നമുക്കറിയാം, നമുക്ക് അഹ്വാത്തുകൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് നമ്മൾ സിസ്റ്റേഴ്സ് മാത്രമുള്ള ഒരു സ്പേസ് ആയിരിക്കും അല്ലെ. നമുക്ക് പല സംശയങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ നമുക്കറിയാം, നമുക്ക് മാത്രമായിട്ടുള്ള ചില സംശയങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ ചോദിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റിയാണ് നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത്. അതുപോലെ അറ്റ്മോസ്ഫിയർ, നമ്മളെല്ലാവരും ആഗ്രഹിച്ചിട്ടാണ് ഒരു സ്കൂളിലൊക്കെ പോയി, ഒരു മദ്രസയിലൊക്കെ അല്ലെങ്കിൽ ഒരു അറബിക് കോളേജിലൊക്കെ പോയി പഠിക്കണം നമ്മളെല്ലാവരും ആഗ്രഹിച്ചിട്ടില്ലേ. അല്ലെങ്കിൽ നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. നമുക്കൊരു ഓൺലൈൻ പഠനമാണെങ്കിൽ പോലും നമുക്കറിയാം, നമ്മളെ പിടിച്ചിരുത്തണമെങ്കിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളൊരു സ്ഥാപനത്തിൽ പോയിട്ട്, നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് നിങ്ങൾ
ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു ശരിയായ കോഴ്സ് നിങ്ങൾ പഠിക്കുന്ന അതേ ഒരു അറ്റ്മോസ്ഫിയർ ഒരുക്കിയിട്ടുള്ള ക്ലാസ് മുറികൾ അല്ലെങ്കിൽ സിസ്റ്റമാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടീം സ്പേസ്. അല്ലെങ്കിൽ നമുക്കറിയാം ഈ കോഴ്സ് ഇൻഷാ അല്ലാഹ് ഫോക്കസ് ചെയ്യുന്നത് തന്നെ 15 വയസ്സിന് മുകളിലുള്ള മക്കൾക്കാണ്. കാരണം അവർക്കാണ് ശരിക്കും ദീൻ വേണ്ടത്, അല്ലേ? അവർ പഠിക്കണം. കാരണം ഇനി അങ്ങോട്ട് ഒരു 10 വർഷം കൂടെ കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഇന്ന് ഒരു 5 വയസ്സുള്ള മകള് ഒരു 10 വർഷം കൂടെ കഴിഞ്ഞാൽ അവൾ ഫേസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒത്തിമരങ്ങളൊന്നും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇപ്പൊ തന്നെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ കാത് അടച്ചു വെക്കാൻ തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് കോളേജുകളിലും സ്കൂളുകളിലും ഈവൻ ചെറിയ ക്ലാസ്സുകളിൽ പോലും നടക്കുന്നത്. ചെറിയ ക്ലാസ്സുകളിൽ പോലും. അപ്പൊ ഒരു 10 വർഷം കൂടെ കഴിയാനുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലെങ്കിൽ ഒരു 15 വർഷം കഴിഞ്ഞാൽ, അള്ളാഹു കാക്കട്ടെ, നമുക്ക് നമ്മളെ മക്കൾക്ക് ഏറ്റവും ശരിയായ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. അപ്പം നമ്മുടെ മക്കളെ ശരിക്കും ദീൻ പഠിപ്പിക്കണം. അവർക്ക് ചെറു പ്രായത്തിലേ നമ്മളവരെ, അല്ലെ, ഇപ്പോഴേ നമുക്കറിയാം LKG മുതൽ തന്നെ IAS വേണ്ടി ട്രൈ ചെയ്യുന്ന പാരന്റ്സ് ഉണ്ടല്ലേ. ചില മക്കൾക്ക് ഭാവിയിൽ അവരെ ഇന്നതാക്കണം എന്നതിന് വേണ്ടിയിട്ട് ചെറിയ പ്രായം മുതലേ അതിനുവേണ്ടി ട്രെയിനിങ് കൊടുക്കുന്ന പാരന്റ്സ് കൂടുതലായിട്ടുണ്ട്. നല്ലത് തന്നെ, മാഷാഅല്ലാഹ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഈ ദീനിന്റെ വിഷയത്തിൽ നമ്മളെ മക്കൾക്ക് എത്രമാത്രം ട്രെയിനിങ് കൊടുത്തു? വേറെ ഒരു സൈഡിൽ ഒരു ഭാഗം നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്ത് എന്തെങ്കിലുമൊക്കെ പഠിച്ച് മതി എന്നുള്ള രീതിയിൽ ഒരു കഷ്ണം തുണി ഇടാൻ പഠിപ്പിച്ച് ഇതല്ല. നമ്മൾ മക്കളെ ശരിയായ നിലക്ക് ദീൻ പഠിപ്പിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് പ്രയോജനമുള്ള, അല്ലെങ്കിൽ നാളെ നമ്മൾ ആഗ്രഹിക്കുന്നില്ല നമ്മളെ മക്കളും നമ്മുടെ കൂടെ സ്വർഗത്തിൽ വരണമെന്ന്, മക്കൾ നരകത്തിലും നമ്മൾ സ്വർഗത്തിലും ആവുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ തിരിച്ചാവുന്ന ഒരു അവസ്ഥ, അല്ലേ പോട്ടെ മക്കള് കാരണമായിട്ട് നരകത്തിൽ പോകുന്ന ഒരു അവസ്ഥ ആലോചിക്കാൻ പറ്റുമോ? നമ്മളെ മക്കള് കാരണമായിട്ട്, അങ്ങനെ എത്രയോ പാരന്റ്സ് അങ്ങനെ ഉണ്ടാവും. മക്കള് കാരണമായിട്ട് നരകത്തിൽ പോകുന്നവരുണ്ടാവും, മക്കള് കാരണമായി സ്വർഗം ലഭിക്കുന്നവർ, അള്ളാന്റെ ആദരവ് ലഭിക്കുന്നവരും ഉണ്ടാവും. അപ്പോ ആലോചിക്കണം നമ്മളെ മക്കൾക്ക് നമ്മൾ എത്രമാത്രം ഇമ്പോർട്ടൻസ് ദീനിന്റെ വിഷയത്തിൽ കൊടുക്കുന്നു എന്നുള്ളത്. മക്കൾക്ക്, പ്രത്യേകിച്ച് ടീനേജേഴ്സ് ആയിട്ടുള്ള മക്കൾക്ക് പ്രത്യേകമായിട്ട് അവർക്ക് സെഷൻസ് ഈ ഒരു കോഴ്സിൽ ഉണ്ടാകും. അതുപോലെ തന്നെ ഈ കോഴ്സിന്റെ പ്രത്യേകതയാണ് അറബി ഭാഷ. നമുക്കറിയാം, എപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, അറബി ഭാഷയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സ്ഥാനം എവിടെയാണ്? അള്ളാന്റെ കലാം, അള്ളാഹു നമ്മോട് സംസാരിച്ച ഭാഷയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഷയാണ്. ആ ഭാഷ, പല ഭാഷകളും കൈകാര്യം ചെയ്യാൻ അറിയുന്ന നമ്മുടെ മക്കള്, ചെറിയ പ്രായത്തിൽ തന്നെ ഇംഗ്ലീഷിലൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ മക്കളെ പഠിപ്പിക്കാറുണ്ട്. നല്ലതാണ്, അതൊക്കെ വേണ്ടാന്നല്ല. പക്ഷെ അവിടെയൊക്കെ നമ്മളുടെ ഇതിനൊക്കെ എവിടെയാണ് നമ്മുടെ പ്രയോറിറ്റി കിടക്കുന്നത്? നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പറയാണ്. നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കണം. അറബി ഭാഷയ്ക്കൊക്കെ നമ്മുടെ മക്കള്, ചില ആൾക്കാരൊക്കെ വളരെ പ്രൗഡായിട്ട് പറയും, എനിക്ക് അറബി ഒന്നും അറിയില്ല, ഭയങ്കര എന്താ പറയാ, ഒരു പുച്ഛിച്ചാ പറയല്ലേ. എപ്പോഴും എത്രയോ ആളുകൾ പറയുന്നത് അറബി പഠിക്കുന്നത് തന്നെ എന്തോ ഒരു പുച്ഛമായിട്ട്, അല്ലെങ്കിൽ ഒരു അത്ര അഭിമാനമുള്ള ഒരു കാര്യം അല്ലാതെ പറയുന്ന ആളുകൾ ഞാൻ പലപ്പോഴും നേരിട്ട് കണ്ടിട്ടുണ്ട്. അള്ളാഹു കാക്കട്ടെ, നമുക്ക് അറബി ഭാഷയൊക്കെ പഠിച്ചു കഴിഞ്ഞാലുള്ള ഒരു ഹൈർ ചെറുതൊന്നും അല്ല ഉഖ്തിമാരെ. അപ്പൊ അറബി ഭാഷയ്ക്ക് വളരെ വലിയ പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ കോഴ്സ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏകദേശം 2 വർഷം പഠിക്കുമ്പോൾ തന്നെ അറബിയിൽ ഏകദേശം ഒരു ഇന്റർമീഡിയറ്റ് ടു അഡ്വാൻസ് ലെവൽ വരെ നിങ്ങൾ അത്യാവശ്യം നിങ്ങൾ സ്വന്തമായി തന്നെ നിങ്ങൾക്ക് കിതാബുകൾ വായിക്കാനും മനസ്സിലാക്കാനും തരത്തിൽ നിങ്ങളെ പ്രോഗ്രസ് കൊണ്ടുവരാൻ തരത്തിലാണ് അല്ലെങ്കിൽ അറബിക് സബ്ജക്ട് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എപ്പോഴും നിങ്ങൾക്ക് അറിയാം, അക്കാദമി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട്സ് ആൻഡ് അസസ്മെന്റ്സ്, കൃത്യമായിട്ടുള്ള നോട്ട്സ് ഉണ്ടാവും, കൃത്യമായിട്ടുള്ള അസസ്മെന്റ്, നിങ്ങൾ കൃത്യമായിട്ടുള്ള മൂല്യനിർണ്ണയങ്ങൾ ഉണ്ടാവും. എങ്ങനെയും ഒന്ന് പഠിക്കാൻ പറ്റില്ല, നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഓരോ സെമസ്റ്ററും കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് ഈ ഒരു കോഴ്സിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, നിങ്ങൾക്ക് 2 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ പലരുടെയും നെറ്റി ചിലപ്പോൾ ഒന്ന് ചുളിയോ, 2 വർഷമൊക്കെ ഞാൻ ഇതിനു വേണ്ടി ഞാൻ ഇതിന് ഒരു കോഴ്സിന് വേണ്ടി കമ്മിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷെ അവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സെമസ്റ്റർ മതി. ഒരു 4 സെമസ്റ്റർ ആണ് ഉള്ളത്. അതിൽ ഒരു സെമസ്റ്റർ നിങ്ങൾക്ക് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മതിയായെന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായി നിങ്ങൾക്ക് ഒന്ന് ഡ്രോപ്പ് ചെയ്യണമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ആ സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്ത സർട്ടിഫിക്കേഷൻ ഉണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് 2 വർഷം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് അത്ര ഹയർ ആയിരിക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ സെമസ്റ്റർ വൈസ് മാത്രം മതിയെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാനുള്ള അവസരം നമ്മൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ കോഴ്സിന്റെ സ്ട്രക്ചർ വരുന്നത് ആഴ്ചയിൽ 5 ദിവസം നിങ്ങൾക്ക് തിയറി ആൻഡ് പ്രാക്ടിക്കൽ. കാരണം നമുക്കറിയാം, കുറെ ക്ലാസ്സുകൾ തിയറി ഇങ്ങനെ ലേണിംഗ് ആയിട്ട് നമ്മളിങ്ങനെ കേട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതിനകത്ത് നമ്മൾ വർക്ക് ചെയ്യണം. ഒരു കിതാബ് വായിച്ച്, അല്ലെങ്കിൽ ഒരു ബാബ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ സ്വന്തമായിട്ട് വായിക്കണം. ഒരു പ്രത്യേകിച്ച് ഭാഷയൊക്കെ നമ്മൾ അറബിക് ലാംഗ്വേജ് ഒക്കെ പഠിക്കണമെങ്കിൽ നമ്മൾ നല്ല രീതിയിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെറിയ ആക്ടിവിറ്റീസ് നമ്മൾ തന്നെ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ തിയറി വിത്ത് പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ, നിങ്ങൾക്ക് ഒരു ക്ലാസ് തിയറി കേട്ടാൽ അത് നിങ്ങളെ പ്രാക്ടിക്കലി നിങ്ങളുടെ
ജീവിതത്തിലും നിങ്ങളുടെ അറിവിലും നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ തരത്തിലുള്ള പ്രാക്ടിക്കൽ ക്ലാസ്സുകളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം നിങ്ങൾക്ക് ചെയ്യും ഇൻഷാ അള്ളാ. അതുപോലെ ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്ക് ടെക്സ്റ്റ് നമ്മൾ ഓൺലൈനായിട്ട് ഇങ്ങനെ ചുമ്മാ PDF നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ തന്നെ എന്ത് ചെയ്യും, ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് കൊറിയർ അയക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് കറക്റ്റ് നമ്മുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വെച്ച് പഠിക്കുമ്പോൾ നമ്മളിപ്പം ഇല്ല നമ്മൾ പലരും അങ്ങനെ പഠിക്കുന്നവരുണ്ടാവും ഡിസ്റ്റന്റ് ആയിട്ടൊക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഡിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. പക്ഷേ കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആൻഡ് വെൽ സ്ട്രക്ചേർഡ് ആയിരിക്കും ഇൻഷാ അള്ളാ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മദീന യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഹറം യൂണിവേഴ്സിറ്റികളിലുള്ള സിലബസ് നമ്മൾ എടുത്തിട്ടുണ്ടെന്നുള്ളത്. ആ സിലബസ് കംപ്ലീറ്റ് നമുക്ക് എടുക്കാൻ കഴിയില്ല, കാരണം അതൊക്കെ നല്ല ഹെവി സിലബസ് ആണ്. നമുക്ക് 2 വർഷം കൊണ്ട് ഓൺലൈൻ ആയിട്ട് പഠിക്കുമ്പോൾ അതിനകത്തുള്ള ചില പോർഷൻസ് അല്ലെങ്കിൽ ചില ടെക്സ്റ്റ് കിതാബുകൾ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് എന്നുള്ളത്. അൽഹംദുലില്ലാ. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഹൈർ ആ കാര്യത്തിൽ ഉണ്ടാകും. കാരണം ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ആളൊക്കെ പോയി പഠിക്കാൻ, ആ സിലബസ് ഒക്കെ ഒന്ന് പഠിക്കാൻ പറ്റിയെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് അഖവാത്തുകൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും. അതുപോലെ തന്നെ കൺവീനിയൻസ്, തീർച്ചയായിട്ടും നമുക്ക് വീടുകളിൽ നമ്മൾ ഇരിക്കുന്നവരാണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും. ഇനി ജോലിക്ക് പോകുന്നവരുണ്ടാവും, പല പല കാര്യങ്ങൾ ചെയ്യുന്നവർ, ആർക്കും അതുപോലെ തന്നെ സ്കൂളിൽ പോകുന്ന മക്കൾ ഉണ്ടാവും, കോളേജിൽ പഠിക്കുന്ന അഖവാത്തുകൾ ഉണ്ടാവും. ആർക്കും ഏത് പ്രായക്കാർക്കും ഏത് അവസരത്തിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺവീനിയൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ തരത്തിലും. അത് പ്രാക്ടിക്കൽ സെഷൻസ് ആവട്ടെ, തിയറി സെഷൻസിനാവട്ടെ, എല്ലാത്തിനും അസസ്മെന്റ്സ് ആവട്ടെ, എല്ലാത്തിനും നിങ്ങളുടെ ഒരു കൺവീനിയൻസ്, നിങ്ങളുടെ സമയത്തെ നമ്മൾ പരിഗണിക്കുന്നുണ്ട്. കാരണം തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോ സമയവും വിലപ്പെട്ടതാണ്, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അതിലേറെ വിലപ്പെട്ടതാണ്. അതിനൊക്കെ പരിഗണിച്ചുകൊണ്ടാണ്, പ്രത്യേകിച്ച് നമ്മൾ അഖവാത്തുകൾ, ഇതൊരു നമ്മൾ സ്ത്രീകള്, നമ്മള് സഹോദരിമാർ മാത്രമുള്ള ഒരു സ്പേസ് ആയതുകൊണ്ട് നമുക്ക് പരസ്പരം നന്നായിട്ട് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ കടന്നു പോകുന്ന വഴികളും നിങ്ങളുടെ മക്കളെ നോക്കുന്നതിന്റെ സ്ട്രഗിളും സൗജിന്റെ കാര്യം, അതൊക്കെ നമുക്ക് ഏകദേശം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും പല കാര്യങ്ങൾ അല്ലേ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ കൺവീനിയൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള, നമുക്കറിയാം അക്കാദമിക്ക് അകത്തേക്ക് നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഒരു ഫാമിലിയാണ്, നിങ്ങൾക്കൊരു കുടുംബത്തിനകത്ത് വന്നതുപോലെയാണ്. നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും, നല്ല നല്ല ടീച്ചേഴ്സിനെ കിട്ടും. അപ്പൊ നമ്മൾക്കറിയാം, നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ടീച്ചേഴ്സായിട്ട് ഇന്ററാക്ട് ചെയ്ത് അവരോട് സംസാരിച്ച് നമ്മളെ ചുറ്റുമുള്ള നമ്മളെ ക്ലാസ്മേറ്റ്സ് ആയിട്ട് സംസാരിച്ച് നമുക്കൊരു ഭയങ്കര ഒരു കംഫർട്ടബിൾ സ്പേസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമുക്കതൊരു പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് വരിക. അതുപോലെ തന്നെയാണ് ഓൺലൈൻ ആണെന്ന് വിചാരിച്ച് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക വേണ്ട. നിങ്ങൾ സ്കൂളിലൊക്കെ പോയി പഠിച്ചൊരു നൊസ്റ്റാൾജിയ അല്ലെങ്കിൽ ഒരു കോളേജിലൊക്കെ പഠിച്ചൊരു ഫീലൊക്കെ നിങ്ങൾക്ക് കിട്ടും. അത്രയും ഇന്ററാക്റ്റീവ് ആണ് നമ്മളുടെ സെഷൻസ് ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു കോഴ്സിന്റെ ഒരു വിധത്തിലുള്ള കുറച്ച് സ്പെഷ്യാലിറ്റീസ്. ഇൻഷാ അള്ളാ ഇത് ഈ ഒരു സമയത്ത് തന്നെ നിങ്ങളടുത്ത് പറയണമെന്ന് വിചാരിച്ചത്, നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് എന്താ പറയാ, മനസ്സ് ഒരു നീയത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പഠിക്കണം, ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, അതിനൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം ഒരു നീയത്ത്, ഒരു ആഗ്രഹം, ഒരു പരിശ്രമം നമ്മൾ ഈ ഒരു നല്ല സമയത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ്, അതിനുള്ള എളുപ്പം നമുക്ക് നൽകും എന്നുള്ളതാണ്. ഉറപ്പായിട്ടും നമുക്ക് നൽകും. അതുകൊണ്ട് പരിശ്രമിക്കാൻ വേണ്ടി എല്ലാ അഖവാത്തുകളും തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പം നൽകട്ടെ. അതുപോലെ തന്നെ ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ, ടീനേജേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സെഷൻസ് ഉണ്ടാവും. നമ്മുടെ മക്കളെ നമുക്ക് ഈ ഒരു വഴിയിൽ കൊണ്ടുവരണം. അവര് നമുക്ക് വിജയം നൽകി, നമുക്ക് അഭിമാനിക്കാവുന്ന, നാളെ അവരെ കൊണ്ട് ആദരവ് ലഭിക്കുന്ന പാരന്റ്സ് ആയിരിക്കണം നമ്മൾ. അതോടൊപ്പം അവർക്കും അവരുടെ സ്വന്തം നെഫ്സിനെ ഈ ഫിത്നകളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവർ ദീൻ ശരിയായിട്ട് പഠിക്കണം. അപ്പൊ അവർക്കുള്ള പ്രത്യേക സെഷൻസ്, അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തെന്ന് അറിയാം. അപ്പം ഈ വെക്കേഷൻ നല്ലൊരു പ്രൊഡക്റ്റീവ് ആയിട്ടൊരു വെക്കേഷൻ ആയിട്ട് അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ തീർച്ചയായിട്ടും അവിടെ ഒരു കൺസേൺ വരുന്നത് കുട്ടികളുടെ സ്കൂൾ, കോളേജ്, മദ്രസ ഇതൊക്കെ ഇടയിൽ എങ്ങനെ സമയം കണ്ടെത്താൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ കുട്ടികളുടെയും ടൈമിലുള്ള ഒരു കൺവീനിയൻസ് നമ്മൾ പരിഗണിച്ചിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അതുപോലെ റെക്കോർഡിങ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നിങ്ങളുടെ കൺവീനിയൻസിൽ ക്ലാസ്സസ് കേൾക്കാനും അതിനനുസരിച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യാനൊക്കെ ഉള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാവും. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എല്ലാ എളുപ്പവും നൽകട്ടെ. നമുക്ക് ഏറ്റവും ഭംഗിയായി പഠിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരുപാട് എഫേർട്ട് ഒന്നും എടുക്കാതെ, ട്രാവൽ ചെയ്ത് പോവാതെ, ഒരുപാട് വേറെ മറ്റുള്ള കാര്യങ്ങൾ, മറ്റുള്ള ഒന്നും തന്നെ കോംപ്രമൈസ് ചെയ്യാതെ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇസ്ലാമിക വിഷയങ്ങളിൽ ഏറ്റവും ആധികാരികമായിട്ടുള്ള സോഴ്സിൽ നിന്ന് അവഗാഹം നേടാനുള്ള ഒരു അവസരമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ തുറന്നിട്ടിരിക്കുകയാണ് ഈ ഒരു കവാടം. നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ആർക്കും ഇതിലേക്ക് വരാം, പഠിക്കാം. നിങ്ങൾക്ക് അതുകൊണ്ട്
ബെനിഫിറ്റ് നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ആസ്വദിക്കാം. അള്ളാഹു എളുപ്പാക്കി തരട്ടെ, നമുക്ക് ഏറ്റവും ഭംഗിയായി കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. പിന്നെ തീർച്ചയായിട്ടും ഇതിന്റെ മറ്റു ഡീറ്റെയിൽസ് ഒക്കെ ഇൻഷാ അള്ളാഹ് നിങ്ങളെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. ഏകദേശം ഏപ്രിൽ അടുത്ത മാസം 30th വരെ ആയിരിക്കും നമ്മൾ അഡ്മിഷൻ ഓപ്പൺ ആക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ഗ്രൂപ്പ് ഉണ്ടാവും. നമുക്ക് ഓരോ കോഴ്സുകൾക്കും ഓരോ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവും. അതിൽ ജോയിൻ ചെയ്താൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സിലബസിനെ കുറിച്ച് പിന്നീട് ഇൻഫോം ചെയ്യുന്നതായിരിക്കും. ഏതൊക്കെ ടെക്സ്റ്റുകളാണെന്നും അത് എങ്ങനെയൊക്കെയാണെന്നും ഓരോ സെമസ്റ്റർ എന്തൊക്കെയാണെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളെ പിന്നീട് ആഫ്റ്റർ അഡ്മിഷൻ മറ്റു കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും ഇൻഷാ അള്ളാഹ്. പിന്നെ രണ്ടാമത്തെ സമ്മാനം, ഇപ്പം ഒരു സമ്മാനമായില്ലേ, സമ്മാനമായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്കൊക്കെ സന്തോഷമായോ? പ്രത്യേകിച്ച് അക്കാദമി അഖവാത്തുകളൊക്കെ ഒരുപാട് ഇതിനകത്ത് ഒരുപാട് ഇതൊക്കെ വരുന്നുണ്ട്, എന്താ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻഷാ അള്ളാ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാം കേട്ടോ. നമുക്ക് ലൈവായി തന്നെ ക്ലിയർ ചെയ്യാനുള്ള അവസരം നൽകാം. ഇൻഷാ അള്ളാ സന്തോഷമായി എന്ന് വിചാരിക്കുന്നു. അള്ളാഹു നമുക്ക് ഏറ്റവും ഹൈറായ രീതിയിൽ കാര്യങ്ങൾ പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ സമ്മാനം നമ്മൾ മുന്നോട്ട് വെക്കുന്നത് മക്കൾക്കായിട്ടുള്ള ഒരു ചെറിയൊരു മദ്രസ. അൽഹംദുലില്ലാഹ് ഒരുപാട്, എനിക്ക് തോന്നുന്നു ഒരുപാട് പാരന്റ്സിന്റെ റിക്വസ്റ്റ് ആണ് എനിക്കൊരു മദ്രസ സ്റ്റാർട്ട് ചെയ്യണം. മദ്രസ നമ്മൾ കുറെ നാളുകളായി ഇതിന് പരിശ്രമിച്ച് അൽഹംദുലില്ലാഹ് മക്കൾക്കായിട്ടൊരു മദ്രസ, ഏറ്റവും നല്ല ഒരു റൗദ, ഒരു സ്പേസ് നമ്മൾ അവർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് അള്ളാഹു എളുപ്പാക്കി തരട്ടെ. മദ്രസനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഇൻഷാ അള്ളാഹ് കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ നമ്മൾ നൽകുന്നുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. എന്താണ് മദ്രസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മദ്രസ നമ്മൾ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പൊ വീടുകളിൽ ഇരുന്ന് കൊണ്ട് തന്നെ മക്കൾക്ക് ഇപ്പം മദ്രസകളിൽ പോകാൻ പറ്റാത്ത അഖവാത്തുകൾ ഫാമിലീസ് ഉണ്ടാവും, അല്ലെങ്കിൽ അടുത്ത് നല്ല മദ്രസകൾ ഇല്ലാത്തവരുണ്ടാവും. ആർക്കും വീട്ടിലിരുന്നു കൊണ്ട് മക്കൾക്ക് ദീൻ പഠിക്കാൻ, ശരിയായ നിലക്ക് ദീൻ പഠിച്ച് ഒരു നല്ലൊരു സ്റ്റാർട്ടിങ് കുറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആയിട്ടാണ് നമ്മൾ മദ്രസ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻഷാ അള്ളാഹ്. അതിൽ ഫസ്റ്റത്തെ ലെവൽ അല്ലെങ്കിൽ ലെവൽ 1 ആണ് നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ലെവൽ 1 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു LKG ലെവലാണ്, ചെറിയ മക്കൾക്കുള്ള മദ്രസയാണ്, സ്റ്റാർട്ടിങ്ങിലേ ഉള്ളൂ. അപ്പം ഒരുപാട് പ്രായമുള്ള അല്ലെങ്കിൽ ഒരു 10-15 അങ്ങനെ ആ വയസ്സിലുള്ള കുട്ടികൾക്കില്ല. 3 വയസ്സ് മുതൽ ഒരു 7 വയസ്സ് വരെ. 3 വയസ്സെന്ന് പറയുമ്പോഴത്തേക്കും ഓരോ കുട്ടികളുടെ ഒരു ഇതനുസരിച്ചിരിക്കും. ചില കുട്ടികൾ 3 വയസ്സായാലും ആ ഒരു തരത്തിലാണെങ്കിൽ നമുക്കറിയില്ല. എന്തായാലും നമ്മൾ അഡ്മിഷന് മുന്നേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇൻഷാ അള്ളാഹ്. അപ്പം ഒരു 3 വയസ്സ് മുതൽ ഒരു 7 വയസ്സ് വരെയുള്ള ഒരു കാറ്റഗറി മക്കൾക്കാണ് നമ്മൾ മദ്രസ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവരുന്നുള്ളൂ. അപ്പോ ഒരു ബിഗിനിങ് ലെവൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അതിനകത്ത് ഇനിയിപ്പോ ഒരു 10 വയസ്സുള്ള കുട്ടിക്കും ഒരു ബിഗിനർ ലെവലാണ്, അവർക്ക് തീരെ മദ്രസയിലൊന്നും പോയിട്ടില്ലാത്ത ഒരു 10 വയസ്സുള്ള കുട്ടിയാണെങ്കിലും അവർക്ക് ജോയിൻ ചെയ്യാം. പക്ഷെ ഒരു 3 to 7 ആണ് നമ്മളുടെ ഒരു ഐഡിയൽ. ഈ ഒരു ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ മർഹലത്തുൽ ഊലയിലേക്ക് അവർക്ക് അപ്ലിക്കേഷൻ കൊടുക്കാവുന്ന ഒരു ഐഡിയൽ ഏജ് എന്ന് പറയുന്നത് 3 to 7 ആണ് ഇൻഷാ അള്ളാഹ്. അതിൽ കൂടുതൽ നമുക്ക് പിന്നെ എന്തെങ്കിലും റെയർ കേസുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പരിഗണിക്കാം. അപ്പം മദ്രസനെ കുറിച്ച് പറയാനാണെങ്കിലും സെയിം നേരത്തെ പറഞ്ഞ കുറെ കാര്യങ്ങൾ തന്നെയാണ്. സിലബസ് വളരെ കൃത്യമായിട്ടുള്ള ആധികാരികമായിട്ടുള്ള, നമ്മൾ പ്രത്യേകം സിലബസിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സിലബസ് എടുത്തിരിക്കുന്നത് നമ്മളുടെ കേരളത്തിലുള്ള ലൈക്ക് അങ്ങനത്തെ സിലബസ് അല്ല. കുറച്ചൊരു നമ്മൾ സൗദി അറേബ്യയിലൊക്കെ പഠിക്കാൻ പറ്റുന്ന തരത്തിലല്ല, ഇവിടുത്തെ ഒരു ഇസ്ലാമിക പഠന സിലബസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതായത് അറബിക് ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു സിലബസ്, അറബിയിൽ തന്നെ കുട്ടികൾ പഠിക്കുന്ന ഒരു സിലബസ്. അപ്പൊ ചെറുപ്രായത്തിൽ തന്നെ മക്കൾക്ക് അറബി ഭാഷയായിട്ടുള്ള ഒരു നല്ലൊരു ബന്ധം, കാരണം അവര് ചെറുപ്പത്തിലെ നമ്മൾ നമ്മൾ ഇംഗ്ലീഷൊക്കെ ചെറുപ്പത്തിലേ പഠിപ്പിക്കുന്നതിനേക്കാളും പ്രയോറിറ്റി കൊടുത്ത് പഠിപ്പിക്കേണ്ട ഒരു ഭാഷ തന്നെയാണ് അറബി ഭാഷ. പക്ഷെ നമ്മുടെ നാടുകളിൽ അത് പഠിപ്പിക്കുന്നതിനകത്ത് കുറച്ചൊരു പലയിടത്തും ചില വീഴ്ചകൾ വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറബി ഭാഷയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു സിലബസ് ആണ്. ചെറുപ്പത്തിൽ തന്നെ അവർക്ക് അറബി ഭാഷയുടെ ഒരു ബേസ് ഒക്കെ കിട്ടുന്ന തരത്തിലുള്ള ഒരു സിലബസ് ആണ്. അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയർ, നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ഥാപനത്തിൽ പോയി പഠിക്കുന്ന മക്കൾക്ക് ഒരു ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ടാവത്തേയില്ല ഇൻഷാല്ലാ. പിന്നെ ഫാക്കൽറ്റി മാഷാല്ലാ നല്ലൊരു ഫാക്കൽറ്റിയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നോട്ട്സ് ആൻഡ് അസസ്മെന്റ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ കെയർ, ഓരോ മക്കൾക്കും അവരവരുടേതായിട്ടുള്ള ഒരു വീക്ക്നെസ് ഉണ്ടാവും, ഒരു നല്ലൊരു പോസിറ്റീവ് പോയിന്റ് ഉണ്ടാവും. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഓരോ കുട്ടികൾക്കും ഒരു ഇൻഡിവിജ്വൽ കെയർ നമ്മൾ കൊടുത്തിട്ടുള്ള ക്ലാസ് മുറികളായിരിക്കും. പിന്നെ സ്ട്രക്ചർ വരുന്നത് ആഴ്ചയിൽ 5 ദിവസത്തെ തിയറി ആൻഡ് പ്രാക്ടിക്കൽ ക്ലാസ്സുകളാണ്. തിയറി ക്ലാസ്സുകൾ ഇത്രയും, പ്രാക്ടിക്കൽ ഇങ്ങനെ. അത് കൃത്യമായിട്ട് സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് അറിയിക്കും. ഇപ്പൊ ഇതാണ് ആഴ്ചയിൽ 5 ദിവസം ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പൊ അപ്പം അവിടെ കുട്ടികൾ സ്കൂളിൽ പോകുന്നവരാണെങ്കിൽ, അങ്ങനെ ഒക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ കൺവീനിയൻസ് തീർച്ചയായിട്ടും ഉണ്ടാവും. സ്കൂളിൽ പോകുന്ന മക്കളുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ചാണ് നമ്മൾ ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. പിന്നെ 1 വർഷത്തെ കോഴ്സാണ്. ടെക്സ്റ്റുകളൊക്കെ നമ്മൾ കൊറിയർ അയക്കുന്നതായിരിക്കും ഇൻഷാ അള്ളാഹ്. പിന്നെ ഇന്ററാക്റ്റീവ് ആയിരിക്കും, കുട്ടികൾക്ക് രസകരമായിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ അറബിക് എഫിഷ്യൻസി എന്തായാലും നമ്മൾ കൊടുക്കും ഇൻഷാ അള്ളാഹ്. അത്തരത്തിലാണ് സിലബസ് നമ്മൾ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇടയ്ക്ക് ലൈക്ക് എല്ലാ ക്ലാസ്സുകൾക്കും നമ്മൾ അവസരം കൊടുക്കാത്തത്. കാരണം ആ ഒരു ബിഗിനിങ്
മുതലേ നമ്മൾ ആ ഒരു സിലബസ് അനുസരിച്ച് പോയെങ്കിലേ മക്കൾക്ക് അത് കിട്ടുള്ളൂ ഇൻഷാ അള്ളാ. അതുകൊണ്ട് ഹൈറായിട്ട് അള്ളാഹു എളുപ്പാക്കി തരട്ടെ. നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ദീൻ പഠിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് മക്കൾക്ക് കൊടുക്കട്ടെ. ആമീൻ. പിന്നെ മൂന്നാമത്തെ നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്ന ഒരു സമ്മാനമാണ്, ഏറ്റവും സ്പെഷ്യൽ ആണ് എനിക്ക് തോന്നുന്നു. ഈ സമ്മാനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള സമ്മാനമാണ് നമ്മളുടെ ഇന്റർമീഡിയറ്റ് ടു അഡ്വാൻസ് ലെവൽ അക്കാദമിയുടെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള കോഴ്സാണ് നമ്മളുടെ അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ ഡീപ്പ് ആൻഡ് അഡ്വാൻസ്ഡ് തജ്വീദ് കോഴ്സ് എന്ന് പറയുന്ന കോഴ്സ്. നമ്മൾ അക്കാദമി സ്റ്റാർട്ട് ചെയ്തത് തന്നെ ആ കോഴ്സ് എന്നാണ്. അൽഹംദുലില്ലാ. അപ്പൊ ആ കോഴ്സിന്റെ 10ാമത്തെ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അൽഹംദുലില്ലാ. അതും നമ്മൾ ഈ റമദാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഏകദേശം വിജയകരമായിട്ടുള്ള 9 ബാച്ചുകൾ അൽഹംദുലില്ലാ. ഓരോ ബാച്ചുകളിലും 500ഓളം അഖവാത്തുകൾ പഠിച്ചിറങ്ങിയിട്ടുള്ള ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള കോഴ്സാണ് നമ്മുടെ അക്കാദമിയിലത്തെ. അൽഹംദുലില്ലാ. അപ്പൊ നിങ്ങളൊക്കെ ഇതിൽ കൂടുതൽ മെജോറിറ്റി ആളുകളും ഈ കോഴ്സ് പഠിക്കുന്നവരായിരിക്കാം, പഠിച്ചത് കഴിഞ്ഞവരായിരിക്കാം, ഈ കോഴ്സ് കഴിഞ്ഞ് പല കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്തവരായിരിക്കാം. അപ്പൊ ആ കോഴ്സിന്റെ 10ാമത്തെ ബാച്ച് അഡ്മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് പ്രത്യേകം ഞാൻ പറയേണ്ടതില്ല. നമ്മൾ ജസരിയ, തുഹ്ഫത്തുൽ അത്ഫാൽ, മുത്തൂനുകളെ ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള ഏറ്റവും നല്ല നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തജ്വീദ് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ റിവ്യൂസ് ഒക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം. അക്കാദമിയിൽ പുതിയതായിട്ടുള്ള അഖവാത്തുകളാണെങ്കിൽ ഈ കോഴ്സ് പഠിച്ചിറങ്ങിയ അഖവാത്തുകളുടെ റിവ്യൂസ് ഉണ്ടാവും. നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എത്രമാത്രം നമ്മുടെ ഖുർആൻ പാരായണത്തിൽ നമുക്ക് എത്രമാത്രം മികവ് ഈ ഒരു കോഴ്സ് കൊണ്ട് പുലർത്താൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു നമുക്ക് എളുപ്പം നൽകട്ടെ. ഈ കോഴ്സിന്റെ പ്രത്യേകതകളും ഏകദേശം അതുപോലെ തന്നെയാണ്. നല്ലൊരു ഫാക്കൽറ്റി ഉണ്ട്, നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് ഈ കോഴ്സിന് പ്രത്യേകം ഉണ്ട്. 12 വയസ്സിന് മുകളിലുള്ള ആർക്കും വേണമെങ്കിൽ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം. അപ്പം 12 വയസ്സിന് താഴെയുള്ള മക്കൾ, ചെറിയ മക്കൾക്ക് ജോയിൻ ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഇത് കുറച്ചൊരു എന്താ പറയുക, കുറച്ചൊരു അഡ്വാൻസ് ലെവലിലേക്കൊക്കെ തജ്വീദ് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ്. കുറച്ച് അധികം പോർഷൻസ് ഉണ്ട് ഇതിനകത്ത്. ചില കുട്ടികൾക്ക് 12 വയസ്സിന് താഴെയാണെങ്കിൽ ചിലപ്പോൾ അവർക്കത് ഒരു ലൈക്ക് ചിലപ്പോൾ ഡൈജസ്റ്റ് ആവാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കാം, മേ ബി. പക്ഷെ അൽഹംദുലില്ലാ അതിന് താഴെയുള്ള 10 വയസ്സൊക്കെ ഉള്ള മക്കളൊക്കെ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. എന്നുവെച്ചാൽ എല്ലാ മക്കൾക്കും ചിലപ്പോൾ പറ്റണം എന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു ഐഡിയൽ ഏജ് എന്ന് പറയുന്നത് 12+ ആണ്. 12-ന് മുകളിലുള്ള ആർക്കും 60-65 വയസ്സ് വരെയുള്ള ഉമ്മമാര് പഠിക്കുന്നുണ്ട് അൽഹംദുലില്ലാ. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ വീടുകളിൽ ഇരിക്കുന്ന ഉമ്മമാർക്ക് അവർക്ക് ഖുർആൻ പാരായണത്തിൽ അവർക്ക് ഒരുപാട് തെറ്റുകൾ വരുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ അവർക്ക് തിരുത്താനും പഠിക്കാനും ഉള്ള ഒരു അവസരം ഈ കോഴ്സിലൂടെ ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. പിന്നെ അസസ്മെന്റ്സ്, നോട്ട്സ് ഉണ്ടാവും. അവർക്ക് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റിനോടൊപ്പം തന്നെ ഗ്രേഡ് 1, നമുക്ക് 2 ഗ്രേഡ് ഉണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. ഗ്രേഡ് 1 കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് ടീച്ചിങ് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കൂടെ പ്രൊവൈഡ് ചെയ്യും കംപ്ലീഷന്റെ കൂടെ. അപ്പൊ അതൊരു ഹൈലൈറ്റുള്ള കാര്യമാണ്. പിന്നെ സ്ട്രക്ചർ ആഴ്ചയിൽ 6 ദിവസത്തെ ക്ലാസ് ആണ്, 1 വർഷത്തെ കോഴ്സാണ്. പിന്നെ നിങ്ങൾക്ക് ടീച്ചിങ് ലൈക്ക് ഗ്രേഡ് 1 കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് അതിനുശേഷമുള്ള ട്രെയിനിങ്ങുകൾ, ചെറിയ ട്രെയിനിങ് പോലത്തെ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ട്രെയിനിങ്ങുകൾ അക്കാദമിയിൽ തന്നെ നിങ്ങൾക്ക് ട്രെയിനിങ് ലഭിച്ച് അക്കാദമിയിൽ തന്നെ പ്രവർത്തിക്കാനുള്ള അവസരവും നമ്മൾ നൽകുന്നതായിരിക്കും കോഴ്സിന് കംപ്ലീഷന് ശേഷം. പിന്നെ ഫേസ് ടു ഫേസ് ക്ലാസ്സുകളാണ്. ഇപ്പൊ എല്ലാ അക്കാദമിയിലുള്ള ഏത് ക്ലാസ് ആണ് ഫേസ് ടു ഫേസ് ആണ്. ഇപ്പോൾ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് നമ്മൾ ഫേസ് ടു ഫേസ് ഇരിക്കാത്തത്, ക്യാമറ ഒന്നും ഓണാക്കാത്തത്. മറ്റേതൊക്കെ ഫേസ് ടു ഫേസ് ക്ലാസ്സുകളായിരിക്കും. നിങ്ങളെ മുന്നിലൊരു മുഅല്ലിമിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവരെ കേൾക്കാൻ പറ്റും, അവരെ അറിയാൻ പറ്റും. ഇൻഷാ അല്ലാഹ് അള്ളാഹു എളുപ്പാക്കി തരട്ടെ. അതുപോലെ കൺവീനിയൻസ് ഉണ്ടാവും. പിന്നെ റെസിറ്റേഷൻ എഫിഷ്യൻസി, ഒരു 1 ഇയർ കൊണ്ട് തന്നെ നിങ്ങളുടെ തിയറി ആൻഡ് പ്രാക്ടിക്കൽ തജ്വീദിന്റെ ഒരു കാര്യത്തിൽ നല്ലൊരു എഫിഷ്യൻസി എന്തായാലും ഉണ്ടാവും. നമ്മൾ എഫേർട്ട് എടുത്ത് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു കോഴ്സിന്റെ സ്വഭാവം അനുസരിച്ച് നമ്മൾ പഠിക്കുകയും എഫേർട്ട് എടുക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പാരായണത്തിൽ ഒരു എഫിഷ്യൻസി എന്തായാലും ഉണ്ടാകും 1 വർഷം കൊണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. 1 വർഷം കൊണ്ട് നമുക്ക് തിയറി വിത്ത് പ്രാക്ടിക്കൽ, അതും നമ്മുടെ തെറ്റുള്ള ഒരു പാരായണത്തെ മികച്ചതാക്കി കൊണ്ടുവരാന്ന് പറയുന്നത് കുറച്ചൊരു പണിയുള്ള കാര്യമാണ്. ആദ്യം മുതൽ പഠിക്കുകയല്ല, നമ്മൾ പഠിച്ച ഒന്നിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം. അതൊരു 1 ഇയർ കൊണ്ട് നിങ്ങൾക്ക് അത് നന്നായിട്ട് കിട്ടും. അതിന് ഉള്ള ഒരുപാട് പ്രൂഫ് അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയാ തെളിവുകൾ നമ്മളെ മുന്നിൽ തന്നെ ഉണ്ട്. അൽഹംദുലില്ലാ ഒരുപാട് അഖവാത്തുകൾ മാഷാ അല്ലാഹ് ഈ ഒരു കോഴ്സ് കൊണ്ട് ബെനിഫിറ്റ് എടുത്തവരുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂസും ഫീഡ്ബാക്സും ഒക്കെ നിങ്ങൾക്ക് അറിഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതിയായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് മുന്നോട്ട് വെക്കുന്നത്. പിന്നെ ഒരു ചെറിയൊരു കോഴ്സും കൂടി ഉണ്ട്, നമ്മളെ ഖായിദ നൂറാനി. അതിന് ഓൾറെഡി നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ള കോഴ്സാണ്, പക്ഷെ അതിന് അഡ്മിഷൻസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഖായിദ നൂറാനിയെ കുറിച്ച് അറിയാത്ത ആരും ഉണ്ടാവില്ല. അപ്പം ഖായിദ നൂറാനിയെ കോഴ്സും ഏകദേശം ഇതുപോലെ തന്നെയാണ്. ഏജ് ലിമിറ്റ് വരുമ്പോൾ ഇവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രത്യേക സെഷൻസ് ഉണ്ടാവും. ഖായിദ നൂറാനിയെ കുറച്ച് ബേസിക് ലെവലാണ്. ഇപ്പൊ നിങ്ങൾ തീരെ അറിയാത്ത തജ്വീദൊന്നും തീരെ അറിയില്ല,
അക്ഷരങ്ങളൊന്നും തീരെ അറിയില്ല, വളരെ ബേസിക് ഒരു ബിഗിനർ ആണ് നിങ്ങൾക്ക് തോന്നുകയാണ്. അപ്പം ബിഗിനർ ആയിട്ടുള്ള ഒരാളോ തീരെ ഒന്നും അറിയാത്ത ഒരാൾ ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ, ലൈക്ക് ഈ ഒരു ഡീപ്പ് ആൻഡ് അഡ്വാൻസ്ഡ് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് ഒരു നമുക്ക് എല്ലാത്തിലും ഒരു പടിപടിയായിട്ട് വേണമല്ലോ നമ്മൾ മുന്നോട്ട് പോകാൻ. ആദ്യം തന്നെ പോയിട്ട് 10ാം ക്ലാസ്സിൽ പോയിട്ട് ഇങ്ങനത്തെ കാര്യമില്ലല്ലോ. അപ്പൊ ആദ്യം നിങ്ങളുടെ ലെവൽ മനസ്സിലാക്കുക. നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഹയർ ആയിട്ടുള്ള ഒരു കോഴ്സ് ഖായിദ നൂറാനി ആയിരിക്കും. കാരണം ഒരു ബേസിക് ഒരു ഫൗണ്ടേഷൻ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ആ ഒരു ബേസ് എന്ത് ചെയ്യും, നല്ല സ്ട്രോങ് ആക്കാൻ പറ്റും. നല്ല രീതിയിൽ ലൈക്ക് ഒരു നല്ല ഒരു ബേസിക് തജ്വീദിലെ ഒരു ബേസിക് നോളജ് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഏജ് ലിമിറ്റ് വരുമ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഖായിദ നൂറാനിയിൽ ജോയിൻ ചെയ്യാം. കുട്ടികൾക്കും പ്രത്യേകിച്ച് പ്രായപരിധിയില്ല, ചെറിയ മക്കൾക്ക് മുതൽ തന്നെ ഖായിദ നൂറാനിയിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഇതിൽ തജ്വീദാണ് പഠിപ്പിക്കുന്നത്, വേറെ സബ്ജക്റ്റ് ഒന്നുമല്ല. സ്ട്രക്ചർ വരുമ്പോൾ ആഴ്ചയിൽ 5 ദിവസത്തെ ക്ലാസ് ആണ്, 5 മാസത്തെ കോഴ്സാണ്. ഇവിടെയും ട്രെയിനിങ്, ടീച്ചേഴ്സ് ട്രെയിനിങ്ങും മറ്റ് പ്ലേസ്മെന്റും കാര്യങ്ങളും ഉണ്ടാവും. ഫേസ് ടു ഫേസ് ആയിരിക്കും, കൺവീനിയൻസ് ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്ന ചില സമ്മാനങ്ങൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഉഖ്തിമാരെ നിങ്ങൾ തീരുമാനം എടുക്കൂ. ഈ റമദാൻ നിങ്ങൾക്ക് ഒരു ചേഞ്ച് കൊണ്ടുവരണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ എടുത്തോളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത റമദാനിൽ നമ്മൾ ചിന്തിക്കണം, അടുത്ത റമദാനിൽ ഞാൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ എൻ്റെ പാരായണം കുറച്ചും കൂടി മികച്ചതാവണം. നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആഗ്രഹിക്കണം. അടുത്ത റമദാനിൽ ഞാൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തറാവീഹ് നമസ്കരിക്കുമ്പോൾ ഞാൻ കുറച്ചും കൂടി എനിക്ക് അള്ളാഹിന്റെ കലാം ഒരു അറബി ഭാഷയിൽ ഇങ്ങനെ പാരായണം ചെയ്യപ്പെടുന്ന അള്ളാഹുവിന്റെ വചനങ്ങൾ എനിക്ക് കുറച്ചും കൂടെ മനസ്സിലാവണം. എനിക്ക് എൻ്റെ ഹൃദയത്തിലൊരു മാറ്റം വരണം. അല്ല തറാവിക്ക് ഇമാമിന്റെ പിന്നിൽ നമസ്കരിക്കുമ്പോഴാവട്ടെ, അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോഴാവട്ടെ ആ ഒരു ഖുശൂ വരണം. എൻ്റെ റബ്ബിനോടുള്ള സംസാരത്തിൽ ഒരു ആത്മാർത്ഥത വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം. അടുത്ത റമദാനിലെങ്കിലും എനിക്കത് കൊണ്ടുവരാൻ കഴിയണം എന്നൊരു പരിശ്രമം, അതിനുവേണ്ടി ആഗ്രഹിച്ചൊരു പരിശ്രമം എടുക്കാൻ നമ്മൾ തയ്യാറാവണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം, ആഗ്രഹിക്കണം. അതുപോലെ തന്നെ അക്കാദമിയിലുള്ള മറ്റ് കുറച്ച് കോഴ്സുകളുടെ ഒരു ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഏതൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, പഠിക്കാം, അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ് അക്കാദമി അഡ്മിനിസ്ട്രേറ്റീവ് പാനലായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കോഴ്സുകൾ എന്താണെന്നും അതിന് കൃത്യമായിട്ടുള്ള റിവ്യൂസും ഫീഡ്ബാക്കും മറ്റെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന ചില സഹാബികൾ, തലബുൽ ഇൽമിന് വേണ്ടി വന്ന ചില സഹാബികളോട് പറഞ്ഞത് എന്താ? മർഹബൻ ബി താലിബിൽ ഇൽം, മർഹബ, സ്വാഗതം എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങൾക്കും ഇവിടെ ഇരിക്കുന്ന ഓരോ അഖവാത്തുകൾക്കും കൃത്യമായിട്ടുള്ള സ്വാഗതം. തലബുൽ ഇൽം, നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോഴാണ് അതിന്റെ മാധുര്യം മനസ്സിലാക്കാൻ പറ്റുക. അള്ളാഹിന്റെ കലാം, ആ ഒരു ദീനിന്റെ ആ ഒരു രുചി നമുക്ക് മനസ്സിലാവുക നമ്മൾ പഠിക്കുമ്പോഴാണ്. അള്ളാഹിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോഴാണ്, പരിശുദ്ധ ഖുർആൻ കൂടുതൽ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും തലബുൽ ഇൽമിനോടുള്ള സ്നേഹം കാരണമായിട്ട് മലായിക്കത്തിങ്ങൾ അവരുടെ ചിറകുകൾ കൊണ്ട് അവരെ മൂടുന്നതാണ്. അവർക്ക് അവരുടെ ചിറകുകൾ കൊണ്ട് അവർക്ക് തണലൊരുക്കുന്നതാണ്. എന്നിട്ട് അവരുടെ മുകളിലേക്ക് ഇങ്ങനെ ഓരോരോ മലായിക്കത്തിങ്ങൾ കയറി ആകാശം മുട്ടെ ഒരാൾ അല്ലെ, നമ്മളിപ്പോ തലബുൽ ഇൽമിന് വേണ്ടി നമ്മൾ ഇരിക്കുകയാണ്. ഈ ഒരു മജ്ലിസ് നമ്മൾ തലബുൽ ഇൽമാണ്, നമ്മൾ അറിവ് നേടാൻ വേണ്ടിയാണ് ഈ മജ്ലിസിൽ ഇരുന്നത്. നമ്മളെ മുകളിലായിട്ട് മലായിക്കത്തിങ്ങൾ ഇങ്ങനെ നമ്മളെ ചിറക് കൊണ്ട് മൂടി നമുക്ക് തണലൊരുക്കുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. അത്രയും നമുക്ക് ചുറ്റിനും മലായിക്കത്തിങ്ങൾ ഉണ്ടാവും, അവരുടെ സാന്നിധ്യം ഉണ്ടാവും. ചെറിയ കാര്യമല്ല ഒഖ്തിമാരെ, തലബുൽ ഇൽമിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഖൈർ, അതിന്റെ ഒരു ബറക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതല്ല. നമ്മൾ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ച് സമയം കണ്ടെത്തുമ്പോൾ അള്ളാഹു നമുക്ക് ബറക്കത്ത് തരും. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മളുടെ സമയത്തിലൊക്കെ നമുക്ക് ബറക്കത്തുണ്ടാവും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്മൾ പലപ്പോഴും നമ്മുടെ സാമ്പത്തികമായ പ്രശ്നങ്ങൾക്ക് പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്, പല സൊല്യൂഷൻസ് കാണാൻ ശ്രമിക്കാറുണ്ട്. ഇല്ല, ചില ആൾക്ക് ആ ദുആ ചൊല്ല്, ഈ ദുആ ചൊല്ല്, ദുആക്ക് ചെല്ലണം തീർച്ചയായിട്ടും. പക്ഷെ നമ്മൾ തലബുൽ ഇൽമ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾ അറിവിന് വേണ്ടി അല്ലെങ്കിൽ ഖുർആൻ പഠിക്കാൻ വേണ്ടി നിങ്ങൾ കുറച്ച് സമയം കണ്ടെത്തുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ സമ്പത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് മനസ്സിലാവും എത്ര മാറ്റമാണെന്നുള്ളത്. അള്ളാഹു നമുക്ക് ഏറ്റവും ഭംഗിയായി പഠിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ ഇത് കൊടുക്കുള്ളൂ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ അള്ളാഹു ഇത് കൊടുക്കുള്ളൂ. അത് അത്രയും സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് അള്ളാഹു ഈ ഒരു പഠിക്കാൻ അല്ലെങ്കിൽ ദീനിൽ അവഗാഹം കൊടുക്കുള്ളൂ. ഇനി അള്ളാഹു ആർക്കെങ്കിലും അങ്ങനത്തെ അവസരം കൊടുത്താലോ ഫഖദ് ഊതിയ ഖൈറൻ കസീറ. ഈ ഒരൊറ്റ ആയത്ത് മതി നമ്മൾ ഇതിന്റെ ഒരു അള്ളാഹു നമ്മുടെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് മാത്രമേ ഇൽമ് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ സ്വയം ആഗ്രഹിക്കണം, ആ തിരഞ്ഞെടുത്ത ആളുകളോടൊപ്പം ഞാനും ഉണ്ടായിരിക്കണം, ഞാനും ഉണ്ടാകണം എന്ന ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടാവണം. അള്ളാഹു അങ്ങനെ തന്നെ ആകട്ടെ. നമുക്ക് ഏറ്റവും ഹൈർ നൽകുന്ന, ദുനിയാവിലും ആഖിറത്തിലും ഹൈർ ലഭിക്കുന്ന ആളുകളോടൊപ്പം നമ്മൾ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ തന്നെ
ആരെങ്കിലും അറിവ് അന്വേഷിച്ച് പുറപ്പെട്ടാല് അള്ളാഹു അവർക്ക് വലിയ അള്ളാഹ് സ്വർഗത്തിലേക്കുള്ള മാർഗം എളുപ്പാക്കി കൊടുക്കും. നമ്മളൊക്കെ സ്വർഗത്തിലേക്കുള്ള പാതയിലായിരിക്കും നമ്മൾ മരിക്കാൻ പറ്റുക. നമുക്ക് തലബിൽ അയിൽമ എടുക്കുന്ന ആൾ, അല്ലെങ്കിൽ അറിവ് അന്വേഷിച്ച് പുറപ്പെടുന്ന ആളുകൾക്ക്. അപ്പൊ ഇതിനേക്കാൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കണം, ഈ നല്ലൊരു മാസം, നല്ലൊരു സമയം, ലൈലത്തുൽ ഖദറൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങൾ വരെയാണ്. പ്രാർത്ഥിക്കുക കുട്ടിമാരെ, നമ്മൾ ദുആ ചെയ്യുക, റബ്ബേ എനിക്ക് നിന്റെ കലാം, നിന്റെ ദീൻ പഠിക്കാൻ പറ്റണം, എനിക്കത് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റണം, ഓരോ റമദാനിലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റണം എന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, പരിശ്രമിക്കുക. എല്ലാ വഴികളും നിങ്ങൾക്ക് മുന്നിൽ തുറന്നിട്ട് തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ കോഴ്സുമായി ബന്ധപ്പെട്ട പോസ്റ്റേഴ്സും ഫ്ലയേഴ്സും ഒക്കെ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം നൂറുൽ ഹയാത്ത് ഗ്രൂപ്പുകളിലുള്ള എല്ലാ അഖവാത്തുകളും പരമാവധി ഈ കോഴ്സിനെ കുറിച്ച് നിങ്ങളുടെ അറിവിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. കാരണം നമ്മൾക്ക് ചുറ്റിനും ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് അറിയാതെ വിഷമിക്കുന്നവരുണ്ടാവും, അറിയാതെ അജ്ഞതയിൽ ജീവിക്കുന്നവരുണ്ടാവും, അല്ലെ? അവർക്കൊക്കെ ഈ ഒരു കോഴ്സിനെ കുറിച്ചും ഇതിന്റെ കാര്യങ്ങളെ കുറിച്ചും നിങ്ങൾ അറിയിച്ചു കൊടുക്കണം. നമ്മൾ ഒരു ഷെയർ ചെയ്ത് കാരണമായിട്ട് ഒരാളെങ്കിലും ഈ കോഴ്സിൽ പഠിക്കാമെന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ അവർ ഒരു മാറ്റം അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാണെങ്കിൽ ചിലപ്പോൾ ആ മാറ്റം അവരുടെ മരണം വരെയും അവർക്കത് ഉണ്ടാകും. മാത്രമല്ല, ആ മാറ്റം ചിലപ്പോൾ അവരിലൂടെ ആ മാറ്റം ചിലപ്പോൾ ഒരു 10 ആളുകൾക്ക് എത്തിയിട്ടുണ്ടാവും. നമ്മൾ അറിയൂല. നമ്മളൊരു ഷെയർ ബട്ടൺ കൊടുത്തിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിന്റെ ഒരു റിസൾട്ട് നമ്മൾ നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോഴായിരിക്കും അറിയുക. കാരണം അതിലൂടെ ഒരുപാട് ആളുകൾ ചിലപ്പോൾ ഹിദായത്തിലാകാൻ കാരണമായിട്ടുണ്ടാകാം നമ്മളുടെ ഒരു ഷെയർ ബട്ടൺ. സോ നിങ്ങൾ മാക്സിമം ഇത് ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പഠിക്കാനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ ഈ ഒരു അവസരത്തെ കുറിച്ച് നമ്മളുടെ സഹോദരിമാർക്ക്, പ്രത്യേകിച്ച് ഈ കോഴ്സുകളെല്ലാം തന്നെ നമ്മളുടെ ചെറിയ മക്കൾക്കും അഖവാത്തുകൾക്കും, നമ്മുടെ വീട്ടിലിരിക്കുന്ന സഹോദരിമാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ കോഴ്സുകളെ കുറിച്ചുള്ള ഒരു അവബോധം അവർക്ക് കൊടുക്കണം. അവർ പഠിക്കട്ടെ. നല്ലൊരു ഉമ്മ വന്നാലേ നല്ലൊരു സമൂഹം വരുള്ളൂ. നമ്മളെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മക്കളൊക്കെ ഫിത്നകളിലേക്കില്ലേ, നിരീശ്വരവാദത്തിലേക്കും ലിബറലിസത്തിലേക്കും സ്വവർഗരതി പോലുള്ള ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകാനുള്ള വൺ ഓഫ് ദി റീസൺ, ഒരു കാരണം എന്നുള്ളത് ശരിക്കും അവരുടെ വീടിൽ നിന്ന്, അല്ലെങ്കിൽ അവരുടെ ആദ്യത്തെ മദ്രസയായ ഉമ്മയുടെ മടിത്തട്ടിൽ നിന്ന് ശരിയായിട്ടുള്ള ദീൻ ചെറുപ്പം മുതൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ് അഖ്തിമാരെ. നമ്മൾ വിചാരിക്കും ഞാനെല്ലാം പഠിപ്പിച്ചു, എന്റെ മക്കളെ ഞാൻ ശരിക്കും പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയല്ല. മക്കൾക്ക് നമ്മൾ ചെറുപ്പത്തിൽ പറഞ്ഞു കൊടുക്കേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കണം. എല്ലാത്തിനും ഒരു വ്യവസ്ഥയുണ്ടല്ലേ, നമ്മൾ എപ്പം മുതൽ നമസ്കാരം കൊടുക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ആ കറക്റ്റ് ആയിട്ടുള്ള ഒരു വേയിൽ നമ്മൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും മക്കള് ഒരു പ്രായം കഴിയുമ്പോൾ അവര് ഫിത്നയിൽ പോകാൻ ചാൻസ് ഇല്ല. നമ്മളതായിട്ടുള്ള പരിശ്രമം നമുക്ക് ഇടാം. തീർച്ചയായിട്ടും ഹിദായത്ത് കൊടുക്കുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പോൾ നമ്മൾ ഓരോ ഉമ്മമാരും മാറാൻ ശ്രമിക്കണം. നമ്മൾ ദീൻ പഠിക്കണം. നമ്മൾ പഠിക്കാൻ വേണ്ടി അവരെ പല സ്ഥലങ്ങളിൽ പറഞ്ഞു വിട്ടു എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ കണ്ടു വേണം അവർ പഠിക്കാനായിട്ട്. നമ്മൾ എന്താണ് പ്രവർത്തിക്കുന്നത്, നമ്മൾ ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ടും അതിനു വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സമയം പരിശ്രമിക്കുന്നത് കാണുന്ന ഒരു മകൾ അല്ലെങ്കിൽ ഒരു മകൻ, തീർച്ചയായിട്ടും അവർക്ക് അതിന്റെ വില മനസ്സിലാവും. നമ്മളൊന്നും പഠിക്കുന്നില്ല, നമ്മൾ തോന്നുന്ന പോലെ നടക്കുന്നു, നമ്മൾ എപ്പോഴും സോഷ്യൽ മീഡിയയിലും ടിവിയിലും സീരിയൽ കാണലും, പിന്നെ ഹിജാബ് ശരിക്കും ഇടുന്നില്ല, ഇതൊക്കെ കാണുന്ന നമ്മുടെ പെമ്മക്കൾ എങ്ങനെ വരും, അവർ നല്ലതായിട്ട് വരും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്? ഒരിക്കലും ഇല്ല. നമ്മൾ അവർക്ക് നല്ലൊരു വഴി കാണിച്ചു കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകട്ടെ. ഏറ്റവും ഭംഗിയായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും ദീനിന്റെ ആളുകളായിട്ട് മാറാനും റബ്ബ് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ നിന്ന് ഓരോരുത്തർക്കും ഇത്രയും സമയം ചെലവഴിച്ച അഖവാത്തുകൾ, മാഷാ നിങ്ങൾ റമദാനായിട്ടും ക്ഷീണം ഉണ്ടാവും, തളർച്ചയൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾ ഇത്രയും സമയം ക്ഷമയോടെ ഈ ഒരു മജ്ലിസിലിരുന്ന എല്ലാ അഖവാത്തുകൾക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ. നമ്മൾ ഈ ഒരു മജ്ലിസ് അള്ളാഹിന്റെ അടുക്കൽ നാളെ നമ്മളെ മീസാനിൽ ഖനം തൂങ്ങുന്ന ഒരു മജ്ലിസ് ആക്കി അള്ളാഹു മാറ്റട്ടെ. നമ്മൾ ഇവിടെ റബ്ബിനെ ഓർത്തതുപോലെ, അള്ളാഹിനെ നമ്മൾ ദിക്ർ ചെയ്ത പോലെ, അള്ളാഹിന്റെ മലായിക്കത്തീങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മജ്ലിസിൽ ഈ ഒരു മജ്ലിസിനെ കുറിച്ച് അള്ളാഹു പരാമർശിക്കുന്ന ഒരു അവസ്ഥ, അങ്ങനത്തെ ഏറ്റവും സ്വീകാര്യമായ ഒരു മജ്ലിസ് ആക്കി അള്ളാഹു ഈ ഒരു മജ്ലിസിനെ മാറ്റട്ടെ. പ്രാർത്ഥനയിൽ എല്ലാവരും അക്കാദമി ഉൾപ്പെടുത്തണം. നമ്മുടെ പ്രവർത്തന കാര്യങ്ങളൊക്കെ എളുപ്പമാകാൻ വേണ്ടി ദുആ ചെയ്യണം. നമ്മളെ ടീച്ചേഴ്സിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അതുപോലെ നിങ്ങൾക്ക് സംശയങ്ങൾ വളരെ ഇപ്പൊ ഒരുവിധം നമ്മൾ എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. ലൈക്ക് ഞാൻ പറഞ്ഞ കോഴ്സിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കിപ്പോൾ പറയാൻ കഴിയൂല. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആഫ്റ്റർ നിങ്ങളുടെ മറ്റ് എൻറോൾമെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും ഓരോ കോഴ്സുകളുടെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയിക്കുന്നത്. അപ്പം അതല്ലാതെ ഞാൻ പറഞ്ഞതിനകത്ത് വിട്ടുപോയതായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ചോദിക്കാം. നേരിട്ട് നിങ്ങൾക്ക് വോയിസ് ലൈക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എന്നോടോ, അല്ലെങ്കിൽ നമ്മളെ അക്കാദമിയായിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഹാൻഡ് റേസ് ചെയ്യാം ഇൻഷാ അല്ലാഹ്.
സംശയങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് അല്ലാഹു എളുപ്പാക്കി തരട്ടെ. ഓക്കെ ഖൈർ. അപ്പം ഇൻഷാല്ലാ അഡ്മിഷൻസിന് വേണ്ടിയിട്ട് നമ്മളെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ ഉള്ള വാട്സ്ആപ്പ് അക്കാദമിയുടെ ഏതെങ്കിലും ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അവിടെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പാനലിലേക്ക് അഡ്മിൻസ് ആയിട്ടുള്ള ആളുകളായിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇൻഷാല്ലാഹ് നമുക്ക് എളുപ്പാക്കി തരട്ടെ, സ്വീകരിക്കട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. ഇതിന്റെ റെക്കോർഡിംഗ് ഉണ്ടാവും കേട്ടോ. റെക്കോർഡിംഗ് നമ്മൾ ഷെയർ ചെയ്യും. അപ്പം ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തവർക്ക് കാര്യങ്ങൾ കേൾക്കാൻ റെക്കോർഡിങ്സ് ഡിപ്പെൻഡ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ബറകല്ലാഹു ഫീക്കും വജസാകുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.